وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പാലിച്ചു ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുക, അതാണ് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനൊരു സെറ്റപ്പ് കാണുമ്പോൾ റഹ്മാൻക്ക് അവരിങ്ങനെ ആലോചിക്കുന്നുണ്ടോ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോ ഞാനിത് തുടങ്ങാം അല്ലെ. അപ്പോൾ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അൽഹംദുലില്ലാഹ് ഏകദേശം മൂന്നാമത്തെ വെബിനാർ ആണ്. മുമ്പ് 2 വെബിനാറുകൾ കഴിഞ്ഞു. ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരുപാട് കഥകളും ചരിത്രങ്ങളും ഉദാഹരണങ്ങളോട് കൂടി പാരന്റിങ്ങിന്റെ ഒരു ചിത്രമാണ് നമുക്ക് ലഭിച്ചത്. ആദ്യത്തെ ജൗഹർ മുനവറിന്റെ ക്ലാസ് ആകട്ടെ, അതിന് ശേഷം വന്ന അജ്മൽ സിയുടെ ക്ലാസ്സുകളാവട്ടെ, ഏതെടുത്താലും ഒന്നിലൊന്നിൽ മെച്ചവും നമുക്ക് ഒരുപാട് ഉപകാരം ലഭിക്കുന്ന ഒന്നുമായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾക്ക് എത്രത്തോളം ജീവിതത്തിൽ പകർത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് എന്ത് ചെയ്യുക, ആലോചിക്കുക. കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് റബ്ബ് അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ ഒരു സെറ്റപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഒരു വ്യത്യസ്ത ഒരു അനുഭവം പഠനത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു അനുഭൂതി കിട്ടുന്നത് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന രൂപത്തിൽ ഞങ്ങളുമായി ഒന്നുകൂടി ഇന്ററാക്ഷൻ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിൽ തുടങ്ങിയിട്ടുള്ളത് അല്ലേ. ഇൻഷാ അല്ലാഹ്. അപ്പോ ആരംഭിക്കാം അല്ലേ. ലുക്മാൻ ഖാൻ, നമ്മൾ പറയുമ്പോ മക്കൾ എന്ന് പറയുന്നത് എന്നും ഒരു അത്ഭുതമാണ് അല്ലെ. ഒരു കുട്ടി ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഫാമിലി പ്ലാനിങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, ഉമ്മ ഉപ്പ രണ്ടുപേരും മനസ്സിൽ ഒരു വലിയൊരു കൊട്ടാരം തന്നെ അവരവരുടെ മക്കളെ പറ്റി ആലോചിച്ച് പണിയുന്നുണ്ട്. അവിടെ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്, ആ ഒരു മക്കൾ അവർ ആഗ്രഹിച്ചില്ലെങ്കിൽ സ്വപ്നം കണ്ടിരുന്ന ഒരു കൊട്ടാരം ഉണ്ടല്ലോ, തിരിച്ചു വന്നപ്പോൾ അല്ലെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി വളർന്ന് വലുതായപ്പോൾ ആ കൊട്ടാരം അവിടെ എപ്പോഴും ബാക്കിയുണ്ടോ എന്നുള്ളതാണ്. ഒന്നും കൂടി വ്യക്തമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ, സ്വന്തം മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ തൃപ്തരാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ എടുക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. അത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ വിഷയത്തിൽ സംതൃപ്തരാണ്. അത് എല്ലാവരുടെയും ഈ പങ്കെടുത്ത എല്ലാവരുടെയും ഉത്തരം ഞാൻ സ്വന്തം പറയാന്നുള്ളതല്ല, ശരിയല്ല. അത് തോന്നുന്നു നമ്മൾ പ്രേക്ഷകർക്ക് അതിന്റെ അവസരം കൊടുക്കാം. എന്ത് ചെയ്യാം, അവർ പറയട്ടെ എന്താണ് അവരുടെ മക്കളുടെ വിഷയത്തിൽ അവർ സംതൃപ്തരാണോ. ഇവിടെ ഇപ്പൊ ഓൾറെഡി 50-ഓളം ആളുകൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു പോളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. മക്കളുടെ പെരുമാറ്റത്തിലും വളർച്ചയിലും നിങ്ങൾ സംതൃപ്തരാണോ? നിങ്ങൾ 3 ഉത്തരങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാം. നോക്കുന്നുണ്ട്. സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലെ? കുറവാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കുക. കാരണം നമ്മൾ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് കൃത്യമായ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് അറിയിക്കുക. പിന്നെ പോൾ ചെയ്യുമ്പോൾ ലുക്മാൻക്ക് സത്യസന്ധമാകാൻ കഴിയുന്നത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞില്ലേ. ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഉത്തരം തിരഞ്ഞെടുക്കാന്നുള്ള ശീലം ആളുകൾക്കിടയിൽ ഉണ്ടാവും. കാണില്ല. കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ, എല്ലാവരും കൃത്യമായി സത്യസന്ധമായിട്ട് എന്താ ചെയ്യാ, ഈ ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നുള്ളതാണ്. 35 ആളുകളാണ് ഇപ്പോ പോൾ ചെയ്തിട്ടുള്ളത്. 53 ആളുകളിൽ 35 ആളുകളാണ്. പക്ഷെ നമുക്ക് വളരെ തുച്ഛമായ സെക്കൻഡുകൾ കൂടി വെയിറ്റ് ചെയ്യാം അല്ലെ. ഏകദേശം 20 സെക്കൻഡ് കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ. അവസാനിപ്പിക്കാൻ തോന്നുന്നു. 39 ആളുകളാണ്. 54 ആളുകളിൽ സൗണ്ട് കുറവാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടോ അതല്ല നിങ്ങളുടെ മാത്രം പ്രശ്നമാണോ? ഇപ്പൊ സൗണ്ട് ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ ആണോ ഇപ്പോ? സൗണ്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് പോൾ അവസാനിപ്പിക്കുകയാണ്. 43 ആളുകൾ ചെയ്തു. അതിൽ 11 ആളുകൾ പൂർണ്ണ സംതൃപ്തരാണെന്നാണ്. മക്കളുടെ വിഷയത്തിൽ, അവരുടെ വളർച്ചയിൽ, അവരുടെ പെരുമാറ്റത്തിൽ എല്ലാത്തിലും പൂർണ്ണ സംതൃപ്തരാണെന്നാണ് 12 ആളുകളായി. എന്നാൽ ഭാഗികമായി സംതൃപ്തരാണ് എന്നാണ് 32 ആളുകൾ. അഥവാ ഈ പോൾ ചെയ്യപ്പെട്ടവരിൽ ഒരു 75% ആളുകളും 44 ആളുകളാണ് എന്ത് ചെയ്തത്, 73% ആളുകൾ മക്കളുടെ കാര്യത്തിൽ ഭാഗികമായി സംതൃപ്തരാണ് എന്നും
12 ആളുകൾ പൂർണ്ണമായും സംതൃപ്തരാണ് എന്നുമാണ് ഇവിടെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത്. നമുക്ക് സംതൃപ്തി ഇല്ലാത്തവരായിട്ട് ആരുമില്ല. മാഷാഅല്ലാ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മക്കൾ എന്ന സൗഭാഗ്യത്തെ അംഗീകരിച്ചവർ തന്നെയാണ് നമ്മളെല്ലാ മാതാപിതാക്കളും. അൽഹംദുലില്ലാ. പക്ഷെ അതിലെ നമ്മള് ഈ ഭാഗികമായി സംതൃപ്തരാണ് എന്ന് പറയുന്നതിൽ ഒരു വലിയ ശതമാനം ആളുകളാണ്. പൂർണ്ണമായി സംതൃപ്തർ എന്ന് പറയുമ്പോൾ 27% ആളുകൾ മാത്രം. ബാക്കി 73% ആളുകളും ഭാഗികമായിട്ടാണ്. തങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അവർക്ക് കൺസേൺസ് ഉണ്ട് എന്നാണ് അതിനെ അർത്ഥാക്കുന്നത്. പ്രശ്നങ്ങളുണ്ട്. പൊതുവെ നമ്മൾ ഇടപെടുമ്പോ ഈ അടുത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പൊ ഇഷാം അടക്കം നമ്മൾ രണ്ടുപേരും കൂടി തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വാഹനത്തിൽ വണ്ടിയുടെ ഡ്രൈവർ നമ്മള് ഇങ്ങനെ ഒരു പാരന്റിങ് ഫീൽഡിലാണ്, ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഫേം എൻഫന്റ് എന്ന് പറയുന്ന ഒരു ഫേം തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അത് നമ്മൾ പറഞ്ഞൊരു വാചകമുണ്ട്. എനിക്ക് 3 മാസം പ്രായമുള്ള എന്തുണ്ട് ഒരു കുട്ടിയുണ്ട്. ഞാന് ആ കുട്ടിയെ എങ്ങനെ വളർത്തുന്നത് എനിക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല. അതല്ലേ ഇതൊരു പാരന്റിന്റെ വർത്താനല്ല. ഇതൊരിക്കലും ഒരു പാരന്റിന്റെ വർത്താനായിട്ട് നമ്മൾ കാണരുത്. ഒട്ടുമിക്ക പാരന്റ്സിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. എങ്ങനെ കുട്ടികളെ വളർത്തണം, എങ്ങനെയാണ് ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ സ്റ്റേജ് എന്താണ്, അത് പലപ്പോഴും പാരന്റ്സ് എന്നുള്ള നിലക്ക് നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? കുട്ടിക്ക് ഒരുപാട് വസ്ത്രം വാങ്ങും, കുട്ടിക്ക് മാർക്കറ്റിൽ ലഭ്യമായ ഒരുപാട് എന്ത് ചെയ്യും, കളിക്കോപ്പുകൾ വാങ്ങും, ടോയ്സുകൾ വാങ്ങും. ഇതൊക്കെ ആണ് ഒരു ടിപ്പിക്കൽ ഒരു പാരന്റ് എന്നുള്ള നിലക്ക് ഓരോരുത്തരും ചെയ്യാറുള്ളത്. ഇപ്പൊ ഞാനടക്കം അങ്ങനെ ചെയ്തു വന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ജനിച്ചു വീണ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, 1 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, 2 വയസ്സുള്ള കുട്ടി, 10 വയസ്സുള്ള കുട്ടി, ഓരോരുത്തരും ഓരോ കാറ്റഗറിയാണ്. ഓരോരുത്തർക്കും എന്ത് കൊടുക്കണം എന്നുള്ളത് വ്യത്യസ്തമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ പുതിയതല്ല പഠനങ്ങൾ കുറെ മുമ്പേ ഉള്ള പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ 6 മാസം വരെ ഉള്ള കുട്ടിയുടെ ടേസ്റ്റ് വേറെയാണ്. അവരുടെ കണ്ണിൽ പെടുന്ന കളേഴ്സ്, അത് താല്പര്യം പ്രകടിപ്പിക്കുന്ന നിറങ്ങൾ ഒക്കെ മാറും. നിറങ്ങള്, അവർക്ക് ആവശ്യമുള്ള ടോയ്സുകള്, അവർക്ക് ആവശ്യമുള്ള ഫുഡ്സ്, ഇതൊക്കെ വ്യത്യസ്തമാണ്. എന്നാൽ 6 മുതൽ 1.5 വരെ വയസ്സുള്ള കുട്ടികളിൽ അത് വ്യത്യസ്തമാണ്. 1.5 മുതൽ 4 വരെ വ്യത്യസ്തമാണ്. അത് നിങ്ങളുടെ പ്രായത്തിന്റെ ഇതിനനുസരിച്ച് എന്തുണ്ട്, കുട്ടികളുടെ ടേസ്റ്റ് മാറുന്നുണ്ട്, കുട്ടികളുടെ എന്ത് മാറുന്നുണ്ട്, അവരുടെ നമ്മൾ ആരും ശ്രദ്ധിക്കലില്ല. ആ ശ്രദ്ധയില്ലായ്മ കൊണ്ട് പക്ഷെ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളോടുള്ള ഒരു അടുത്ത ബന്ധമാണ്, ഒരു ബോണ്ടാണ് നഷ്ടപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും എന്താണ് നമ്മളെ ഈ പാരന്റിംഗ് വിഷയത്തിൽ കുട്ടികളുമായിട്ടുള്ള അകൽച്ചക്കുള്ള ഒരു പ്രധാന കാരണം നമ്മൾ കുട്ടികളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കുട്ടികളെ അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ പാരന്റിംഗ് നടത്തുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് സൈക്കിൾ പോലെ ഇതെന്നും എന്താണോ പണ്ട് ഉമ്മയും ഉപ്പയിൽ നിന്ന് പഠിച്ചത്, അതേ ഒരു റോട്ടിലൂടെ പോവാണ്. അതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആര് ഈ ചങ്ങല പൊട്ടിക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് അല്ലേ? അത് പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പാരന്റ്സ് വളർത്തിയത് അതേ രൂപം നമ്മൾ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അത് മാറിയിട്ട് പ്രത്യേകിച്ച് മുമ്പത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ അതൊക്കെ അഡോപ്റ്റ് ചെയ്തു വരും, സ്വീകരിച്ചു വരും, അഡ്ജസ്റ്റ്മെന്റുകൾ തയ്യാറായിരുന്നു. ജനറേഷൻ അങ്ങനല്ല. ഇപ്പോഴത്തെ ജനറേഷന് ഒരു ചെറിയ ഒരു ഇത് കാണുമ്പോഴത്തേനും അവർ പൊട്ടിത്തെറിക്കുന്നവരാണ്, അവർ തുറന്നു പറയുന്നവരാണ്. ജനറേഷൻ ആൽഫയാണ്, മാറ്റുണ്ട്. ജനറേഷൻ എക്സും വൈയും സെഡ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ജനറേഷൻ ആൽഫ എന്നുള്ളത് ടെക്നോളജിയിൽ വളർന്ന് അതേപോലെ തന്നെ അവരുടെ മെന്റാലിറ്റി ഒക്കെ മാറിക്കഴിഞ്ഞതാണ്. അപ്പൊ അവരുടെ ആ മെന്റാലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും മക്കൾ നമ്മളിൽ നിന്ന് അകലും. നമ്മൾക്ക് പിന്നെ അവിടെ ഉണ്ടാവും എന്താ വെച്ചാല്, മക്കളിൽ ഒരു സംതൃപ്തരല്ലാത്ത, എന്താ പിന്നെ മോനിങ്ങനെ, ഞാൻ ഇത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അങ്ങനത്തെ ഒരു മാനസിക സ്ഥിതിയിലേക്ക്, നിരാശയിലേക്ക് പാരന്റ്സ് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പാരന്റ്സ് എന്നുള്ളവർക്ക് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഇഷ്ടങ്ങളെയും കാര്യങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പാരന്റിങ് ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത് എന്നാണ് ഈ ഒരു ചോദ്യത്തിന് മനസ്സിൽ വരുന്നൊരു ഉത്തരം. പാരന്റ്സിനോട് നമുക്ക് പറയാനുള്ള
നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ലുക്മാൻകയുടെ സംസാരം ഇങ്ങനെ കേട്ടപ്പോഴേ അതിൽ ഒന്ന് രണ്ട് പദപ്രയോഗങ്ങൾ കണ്ടു. എനിക്ക് വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്തു, ഒരു അമ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജെൻ XYZ, ജെൻ എന്ന് പറയുമ്പോൾ ജനറേഷൻ, XYZ ജനറേഷനുകൾ, അതോടൊപ്പം ആൽഫ ജനറേഷൻ. അപ്പൊ ഈ ഒരു ജനറേഷന്റെ സംഭവം, അതിന്റെ ഒരു അവസ്ഥ അടിസ്ഥാനം എന്താ? പൊതുവെ ഒരു കാലഘട്ടത്തെ ഒരു ഡ്യൂറേഷൻ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, കുട്ടികളുടെ മെന്റാലിറ്റി അവരുടെ ഉയർച്ചതിനൊക്കെ അനുസരിച്ചിട്ട് വരുത്തുന്ന ഒരു വർഗീകരണങ്ങളാണ് അതൊക്കെ. അപ്പൊ ഞാനൊക്കെ പറഞ്ഞാല് ജനറേഷൻ വൈയുടെ ഏറ്റവും അവസാന ഇയറുകളിലുള്ള അവസാനത്തെ കണ്ണികളാണ്. ജനറേഷൻ വൈ. ജനറേഷൻ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2008, 9, 10 കാലഘട്ടമൊക്കെയാണ് ജനറേഷൻ സെഡ്. 2010 കാലഘട്ടം മുതൽ 2010 മുതൽ എന്ത് തുടങ്ങാണ്, ആൽഫ ജനറേഷൻ തുടങ്ങുകയാണ്. ഈ ജനറേഷൻ ആൽഫക്ക് വേറൊരു പേര് കൂടി. ഇപ്പൊ അമേരിക്കയിലെ യൂറോപ്പിലൊക്കെ ഉള്ള സയൻസിസ്റ്റുകളൊക്കെ സൈക്കോളജിസ്റ്റുകളൊക്കെ ഈ ജനറേഷൻ ആൽഫയെ വിളിച്ച വേറൊരു പേര് ഐപാഡ് ജനറേഷൻ. ആ കാലഘട്ടത്തിലാണ് ഓക്കെ, അങ്ങനെ കണക്ക് കൂട്ടിയിട്ട്. അതിനുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇവർ സ്ക്രീനിലേക്കാണ് ജനിച്ചു പോകുന്നത്. ഇപ്പൊ ഞാൻ ഈ അടുത്ത് പ്രസവിച്ച എന്റെ കുറച്ച് സുഹൃത്തുക്കൾ, അവരോട് ഞാൻ ചോദിച്ചു, അവരുടെ വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടായതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ മക്കള് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ പ്രതികരിക്കാം. അപ്പൊ നിങ്ങളുടെ മക്കൾ, ഒരു വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ, ഒരു 6 മാസം വരെ പ്രായമുള്ള കുട്ടികൾ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കുട്ടികൾ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖം കണ്ടതിനേക്കാൾ അപ്പുറത്ത് അവരുടെ ഫോൺ, അവരുടെ ഡിവൈസുകൾ, മൊബൈലോ ടാബോ എന്തെങ്കിലും അവരധികമായിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ? രക്ഷകർക്കുവാണെങ്കിൽ പ്രതികരിക്കാം. നമ്മൾ ഓഡിയൻസിന്റെ വിഷയം എടുക്കുമ്പോൾ അവരും തന്നെ ആലോചിക്കുന്നുണ്ടാവും. കാരണം അവരുടെ ഒരു അമ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യം ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ കാണുന്നതിനേക്കാൾ എന്താണ് കൂടുതൽ കണ്ടത് അല്ലേ? അതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞത് ഫോണുകളും സ്ക്രീനുകളും. നമ്മൾ ഓഡിയൻസിനെ ആലോചിക്കുന്നുണ്ടാവും, ശരിയല്ലേ? അപ്പൊ ആ ഒരു ഫോൺ സ്ക്രീനിന്റെ ഒരു ഇൻഫ്ലുവൻസ് അത്രത്തോളം ഈ ഒരു പ്രായത്തിൽ തന്നെ വലുതാണ് എന്നുള്ളതല്ലേ നമുക്ക് ഇത് കിട്ടുന്നത്. തീർച്ചയായും. എനിക്ക് എന്താണ്, എന്റെ സൗണ്ട് ഓക്കെ അല്ല എന്നാണ് പലരും ബുദ്ധിമുട്ടുണ്ടോ സൗണ്ട് മെസ്സേജിൽ പറഞ്ഞത്. ഇപ്പൊ ഓക്കെ ആണോ? അവരുടെ ലോകം. എന്റെ സൗണ്ട് ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ എന്നുള്ള റിപ്ലൈ കൊടുക്കും, ഇന്നലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, നമ്മുടെ കുട്ടികൾ, അഥവാ ഏറ്റവും കുറഞ്ഞ പ്രായത്തിലുള്ള 2-3 മാസം പ്രായമുള്ള കുട്ടികൾ അവരെന്ത് ചെയ്യാണ്, സ്ക്രീനിലേക്ക് ഇപ്പൊ തന്നെ വീഴാണ്. അവരുടെ ഉമ്മമാർ ഗർഭപാത്രത്തിലുള്ള സമയത്ത് തന്നെ സ്ക്രീനിലാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ സുഹൃത്തിന്റെ ഇത് പറഞ്ഞപ്പോ തന്നെ അവൻ പറഞ്ഞ കാര്യം തന്നെ, ഞാനും റീൽസിൽ ആണ്, ഷോർട്സിലാണ്, എന്റെ വൈഫും ഷോർട്സിലാണ്. ഇനി വളർന്നു അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മുടെ കുട്ടികൾ അവർ സ്ക്രീനോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വളർന്നു വരുന്നത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ ഒരു 10ാം ക്ലാസ്സിലൊക്കെയാണ് ഞാനൊരു സ്ക്രീൻ ഉള്ള ഒരു ഫോൺ കാണുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതൊക്കെ. സാംസങ്ങിന്റെ ഒരു യങ് ഉണ്ട്, ചെറിയ കേസ് ഇങ്ങനെ മാറ്റി കളിക്കാൻ പറ്റിയ ഫോൺ, അതൊക്കെ ഒരു ഓർമ്മയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് നിന്ന് ഇപ്പൊ ഇവരെന്ത് ചെയ്യാണ്, വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പക്ഷെ അതിന്റെ ഒക്കെ ഒരു സ്വാധീനം ഗർഭകാലഘട്ടത്തിൽ തന്നെ അവര് എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് വന്ന് വരുന്ന ഇപ്പോ 2024-25 കൂടി ജനറേഷൻ ആൽഫ അവസാനിച്ചു എന്നാണ് സയൻസിനോട് പറയുന്നത്. 2024-2025 കൂടി അടുത്ത ജനറേഷൻ ആരംഭിക്കുകയാണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ജനറേഷൻ എന്നുള്ള അതിന്റെ ഒരു ഗ്യാപ്പ് വളരെ കുറഞ്ഞ് ഷോർട്ടായി കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇങ്ങനെയുള്ള ഒരു മാറ്റത്തിന് കാരണം ഓരോ ജനറേഷനും ഓരോ ഇതിനും എന്തുണ്ട്, ഓരോ പ്രത്യേകതകൾ. അപ്പൊ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സാങ്കേതിക വിദ്യയുടെ വളർച്ച ഇതിന് ശരിക്കും ബാധിക്കുന്നുണ്ടോ? ഒരു പ്രധാന ഘടകമാണ് എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, ടെക്നോളജി എന്നുള്ളത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അത് ഇത് എന്ത് ചെയ്യും, അവരുടെ പെരുമാറ്റത്തില്, അവരുടെ മറ്റെല്ലാത്തിലും എൻ്റെ ഡിഫറെന്റ് ആണ് ഓരോ ജനറേഷനുകളും. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ മുമ്പുള്ള ഇപ്പോഴത്തെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പറഞ്ഞാൽ ഒരു തന്തവൈബിന്റെ ആൾക്കാരാണ്. കാരണം അവരുടെ ഇഷ്ടങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയും
പരിഗണിക്കാത്തവർക്ക് ഓർക്കും തന്നെ ഒരു തന്തയിപ്പാണ് കഴിഞ്ഞു വയസ്സായിക്കണോന്ന് അറിയില്ലേ. അപ്പൊ ആ ഒരു രീതി അത് അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ജനറേഷൻ ആൽഫയെ നമ്മൾ പ്രത്യേകം ഒന്ന് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പാരന്റിങ് ഒരിക്കലും ജനറേഷൻ വൈയോ ജനറേഷൻ സെഡ് ഒന്ന് വെച്ചിട്ട് ആകരുത്, അല്ലെങ്കിൽ എക്സ് ഒന്ന് വെച്ചിട്ട് ആകരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത്. മറിച്ച് നമ്മൾ വളർത്തേണ്ടത് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വളർത്താൻ കഴിയണം. ഇപ്പോ നിങ്ങള് പറയല, നമ്മൾ പൊതുവേ പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടിയുമായിട്ട് പെരുമാറുമ്പോൾ, ഒരു കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടിയുടെ നിലയിലേക്ക് താഴണം എന്നുള്ളത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ പ്രയോഗിച്ചത്. കുട്ടിയുടെ നിലവാരത്തിലേക്ക് ഉയരണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിന്റെ കാരണം എന്താ? കുട്ടികളുടെ നിലവാരത്തിലേക്ക് ഉയരണം, അതായത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. കാരണം എന്താണ്, ഒരു കോമഡി ആയിട്ട് നമുക്ക് തന്നെ അവതരിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പൊ ഒരു പാരന്റ്, ഇപ്പൊ ഒരു കുട്ടിയുടെ പാരന്റ് ആകുന്നത് എപ്പോഴാണ്? പ്രസവിക്കുന്നതോട് കൂടിയിട്ടാണ്. എന്നാൽ ആ കുട്ടി എപ്പോഴാണ് കുട്ടിയാകുന്നത്? ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴാണ്. അപ്പൊ 9 മാസം ആ കുട്ടിയും പാരന്റും തമ്മിലുള്ള അറ്റാച്ച്മെന്റ്, പാരന്റ് ആകുന്നത് പ്രസവിക്കുന്നതോട് കൂടിയിട്ടാണ്. ആണല്ലോ, ഒരു ഉപ്പയാകുന്നത് ഉമ്മയാകുന്നത് പ്രസവിക്കുന്നതോട് കൂടിയിട്ടാണ്. എന്നാൽ കുട്ടിയാകുന്നത് ഗർഭകാലത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുട്ടിയും പാരന്റും തമ്മിലുള്ള റിലേഷനിൽ കുട്ടിത്വത്തിനാണ് എന്ത് പ്രായം കൂടുതൽ. ഈ കുട്ടിനോടുള്ള പാരന്റിങ്ങില് 9 മാസം എക്സ്ട്രാ പരിചയം കുട്ടിക്കുണ്ട്. അതൊരു തമാശ രൂപത്തിലൊക്കെ അവതരിപ്പിക്കാന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോ ലുക്മാൻ കാ, ഇപ്പൊ ഈ ഇത്രയും വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ ഏതെടുത്താലും നമ്മൾ ഓഡിയൻസിന് അറിയാം, നമ്മൾ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന കൺസേണുകൾ. അതുകൊണ്ടാണ് എന്റെ മക്കൾ എന്നുള്ളതാണ് നമ്മളെ വിഷയം പോലും. ടോപ്പിക്കിന്റെ ഹെഡിങ്, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് തന്നെ എന്റെ മക്കളാണ്. അപ്പോ കൺസേൺസിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരികയാണ്. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഉമ്മമാരുടെ വിഷയത്തിലാണ്. അവരുടെ ജോലി, ഒരു ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ് ആണ് ജോലി എന്ന് പറയുന്നത്, കരിയർ എന്ന് പറയുന്നത്. അത് അവർക്കൊരു ഭാഗത്ത് നോക്കണം. മറ്റൊരു ഭാഗത്ത് മക്കൾ എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഭാഗമായ, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ എല്ലാമായി കൊണ്ടു നടക്കുന്ന മക്കൾ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് ഒരു പ്രയാസമാണ് അല്ലെ? എന്താണ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ തോന്നുന്നത്? എന്താണ് ചെയ്യേണ്ടത് ഒരു പാരന്റ് എന്ന നിലക്ക്? എന്താണ്, ഒരു ഉമ്മമാർക്ക് വലിയ ശതമാനം ആളുകൾക്കും കൺസേൺസ് ഉണ്ടാവുന്നത്. കാരണം കേവലം വീട്ടിലൊരു അടുക്കളക്കാരിയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം, ജീവിതത്തിലൊരു മാറ്റം, ഒരു പ്രത്യേകത, ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്നത് മക്കൾ മാത്രമല്ല, മറിച്ച് ജോലിയിൽ അവർ ഏൽക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അതിലൂടെ അവർക്ക് സംതൃപ്തിയും താല്പര്യം ഇഷ്ടമൊക്കെ കിട്ടുന്നുണ്ട്. അല്ലേ? ഈ ചോദ്യത്തെ ഒരു ഉമ്മയുടെ മാത്രം വിഷയമായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഒരു ഉമ്മയും ഉപ്പയും, പാരന്റ്സ് എന്നുള്ള മൊത്തത്തിൽ തന്നെ എടുക്കാം. ഒരു ഉമ്മ മാത്രം എടുത്ത ഒരു ജെൻഡർ വിഷയം നമുക്ക് കൊണ്ടുവരാം. പാരന്റ്സ് എന്നുള്ള ആൾക്കാരെ എടുക്കാം. അപ്പൊ വർക്ക് ചെയ്യുന്ന ഉമ്മ ഉണ്ടാകും, ഉപ്പ ഉണ്ടാകും. ഉപ്പ ഉള്ളത് വർക്ക് ചെയ്യുന്നവരുണ്ടാകും. അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. നമുക്ക് മൊത്തത്തില് ഈ വിഷയത്തെ നമുക്കിന്ന് കണ്ടു നോക്കാം. ഇതില് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അതല്ലെങ്കിൽ നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ പ്രിയോറിറ്റി വർക്കാണോ, അല്ലെങ്കിൽ നമ്മുടെ ജോലിയാണോ, അതല്ല നമ്മുടെ മക്കളാണോ? നല്ലൊരു ചോദ്യമാണ്. ശ്രോതാക്കൾക്ക് വിട്ടുകൊടുത്താലോ? അതെ, നമുക്ക് ഓരോരുത്തരും ചോദിക്കാം. മക്കളാണോ? ശ്രോതാക്കളോടുള്ള ചോദ്യമാണ്, മക്കളാണോ അതല്ല നമ്മുടെ ജോലിയാണോ നമ്മൾ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്? ഞാൻ ഒരു പോൾ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. പക്ഷെ നേരത്തെ വന്ന പോലെ തന്നെ വരും. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളം ഈ നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും നമ്മുടെ മനസ്സുകളിൽ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ ആയിരിക്കണം നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. കേവലം ഒരു ഭാഗത്ത് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു പോവുക, നിങ്ങൾ അവിടെ നിന്ന് കേട്ട് ഇങ്ങനെ പോവുക. പുട്ടുകുറ്റി വിദ്യാഭ്യാസം എന്നുള്ളൊരു പ്രയോഗം ഉണ്ട്, കേട്ടിട്ടുള്ള പുട്ടിങ്ങനെ നടക്കും. പരീക്ഷ കഴിഞ്ഞ് കുട്ടികളെ പോയിട്ട് അതിനെ കുത്തിത്തിരിക്കി പോരും. ആ പുട്ടവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറ്റിയിലെന്തില്ല, ഒന്നുമില്ല. ആ ഒരു അവസ്ഥ ആവരുതല്ലോ. ആ നിലക്കാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ഇട്ട് തന്ന് ചിന്തിക്കാനുള്ള അവസരം തരുന്നത്. ഇൻഷാ അല്ലാ. അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യാ, നമ്മളെ പോൾ ഉഷാറായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. തുടങ്ങി ആൾക്കാർക്ക്. മാഷാ അല്ലാ.
ഏതാനും സെക്കൻഡുകൾ കൂടി നമുക്ക് ബാക്കി വെയിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, 30 സെക്കൻഡ്. ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ജോലിക്കുന്നുള്ളത് ആരും കൊടുത്തിട്ടില്ല കേട്ടോ. 3 ലിങ്ക് അവസരങ്ങൾ പോസ്റ്റ് നമ്മൾ കൊടുത്തിരുന്നു. ഒന്ന് മക്കൾക്ക്, ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? രണ്ടിനും ഒരേ പ്രാധാന്യം. ഓക്കെ, ബഹുഭൂരിപക്ഷം ആളുകളും മക്കൾക്ക് എന്നുള്ളിടത്താണ് വന്ന് പോണത്. ജോലിക്ക് ആരും പ്രാധാന്യം കൊടുത്തിട്ടില്ല. രണ്ടിനും ഒരേ പ്രാധാന്യം എന്നുള്ളത് ആളുകൾ, 11 ആളുകൾ ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇവിടെ എന്ത് ചെയ്യാണ്, 75% ആളുകളും മക്കൾക്ക് പൂർണ്ണ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള അഭിപ്രായമുള്ളവരാണ്. പറഞ്ഞവരാണ്. ഒരിക്കലും മറ്റു അഭിപ്രായങ്ങൾ പറഞ്ഞത് തെറ്റെന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് ഈ വിഷയം നമ്മളിപ്പോ ചർച്ച ചെയ്യൂടെ. ഓരോ അഭിപ്രായങ്ങളുടെയും കാര്യം, അതിന്റെ അവസ്ഥയും സാഹചര്യവും കൂടി ഇത് കണക്കിലെടുത്തിട്ട് പ്രേക്ഷകരുടെ ആ അഭിപ്രായത്തെ വളരെ അഭിനന്ദിക്കണം എന്ന് തോന്നാം. കാരണം മക്കൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ജോലിക്കല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, എന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷെ ഞാൻ പറഞ്ഞത് പൂർണ്ണമായി കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മാറ്റം ഉണ്ടാവും എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ അല്ലേ? അതാണ് ഏറ്റവും നല്ലത്. ജീവിതത്തിൽ ഉണ്ടായ 1-2 അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ വർഷം ജോലി ചെയ്ത സ്കൂളിൽ ഒരു സംഭവം, നമ്മള് ഈ ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞിട്ട് എന്നുണ്ടാവും പ്രോഗ്രാം ഉണ്ടാവും. പ്രോഗ്രാം എന്ന് വെച്ചാല് എല്ലാ വർഷത്തിന്റെയും ഒടുക്കത്തിലൊക്കെ ആയിട്ട് എന്തും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. PTO മീറ്റിംഗ് മാത്രമല്ല, PTO മീറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറെ അജണ്ടകളും ഒക്കെ ഉണ്ടാവും. ഇത് കുട്ടികളുടെ പഠനത്തിൽ, സ്കൂളിന്റെ വിഷയത്തിൽ അവർക്ക് പറയാൻ ഓപ്പൺ ആയിട്ട് മറകളില്ലാതെ തുറന്ന് പറയാം. ഒരു വർക്കിംഗ് പാരന്റ് ആണ്, സ്കൂളിലെ വർക്കിംഗ് അവർ എന്ന് പറഞ്ഞാല് 7:30 to 2:30 ആണ്. ഈ പാരന്റ് എണീറ്റ് പറഞ്ഞു സ്കൂൾ 4 മണി വരെയാണ്. സ്കൂൾ 4 മണി വരെ 7:30 to 4 ആക്കണം. 7:30 to 4 ആക്കണം. മോർണിംഗ് ടു ഈവനിങ് ആക്കണം. ഇപ്പൊ ഉച്ചക്ക് ലഞ്ച് ബ്രേക്കോട് കൂടിയിട്ട് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ ഒരു പീരീഡ് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്ന സിസ്റ്റം. ലുക്മാൻക്ക് എന്നെ അത്ഭുതപ്പെടുത്താൻ എന്താ അറിയോ, 7:30 തുടങ്ങിയിട്ടാ 4 മണിക്ക് നീട്ടാൻ പറയണേ. ഇതിന് ഈ ടീച്ചർ പറഞ്ഞിട്ട്, ടീച്ചറ് ഞാനൊരു ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ സ്വയം പരിചയപ്പെടുത്തിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ കാരണം ഞങ്ങൾ അന്വേഷിച്ചു. സ്കൂളിന്റെ ഒരു ടൈമിംഗ് മാറ്റണം എന്നൊരാളെ അഭിപ്രായം പറഞ്ഞെങ്കിൽ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും. എന്താ പഠന നിലവാരം കുറഞ്ഞിട്ടാണോ എന്താണ് അറിയാൻ ചോദിച്ചപ്പോ അവർ പറഞ്ഞൊരു കാരണം എന്താ വെച്ചാല്, ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ജോലി കഴിഞ്ഞിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ടിട്ട് 5 മണിയാവും വീട്ടിലെത്താൻ. യാത്രക്ക് കഴിഞ്ഞ് കുറച്ച് ദൂരം ഉണ്ട്, യാത്ര കഴിഞ്ഞ് 5 മണിയാവത്താൻ. കുട്ടി 2:30 സ്കൂൾ വിട്ടാൽ ഒരു 3 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തും. ഈ 2-3 മണിക്കൂറോളം കുട്ടി വീട്ടിൽ ഒറ്റക്കാണ്. അതാണ് കാരണം. ഒരു പാരന്റിന്റെ കൺസേൺ ആണ്. സ്കൂളിന്റെ സമയം നീട്ടാൻ ഒരു പാരന്റിന്റെ കൺസേൺ. സ്കൂളിന്റെ ഒരു 700-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ സമയം മാറ്റാൻ ഒരു പാരന്റ് പറഞ്ഞ കാരണം, ഞാൻ വർക്കിംഗ് പാരന്റാണ്, ഞാൻ എത്തുന്നതിന് എത്രയോ സമയം മുമ്പ് വീട്ടിൽ കുട്ടി എത്തുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, അതായത് അവരുടെ ജോലി മാറ്റണമെന്നോ അതല്ലെങ്കിൽ അവരതിന് വേറൊരു പരിഹാരം കാണുന്നതാണ്, അവർ അവരുടെ സ്കൂളിന്റെ ടൈം മാറ്റണം എന്നുള്ളതാണ്. അപ്പൊ പാരന്റിന്റെ ഒരു ആവശ്യം നമ്മളിവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനിവിടെ 2 വിഷയങ്ങളൊക്കെ കാണുന്നത്. ഒന്നാമത്തത്, പാരന്റ് അവിടെ പ്രയോറിറ്റികൾ കൃത്യമാക്കിയില്ല എന്നുള്ളതാണ്. രണ്ടാമത് എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ, എനിക്ക് ഒരു സംഭവം കേട്ടപ്പോൾ തോന്നിയത്, ആ പാരന്റ് മിക്കവാറും ആ കുട്ടിയിൽ നിന്ന് പല കൺസേൺസും ഈ പാരന്റിനും ഉണ്ടാകാം. ഇപ്പൊ കുട്ടി ഒറ്റക്ക് നിർത്തി പോകുന്നതിന്റെ പേടി, കൂടെ കുട്ടിയുടെ സ്വഭാവപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാരണത്താൽ. അപ്പൊ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, തുടക്കം മുതലേ ഉള്ളൊരു പാരന്റിങ്ങിന്റെ ഒരു കുറവായിരിക്കൂലേ? പാരന്റിങ്ങിന്റെ കുറവല്ല, ഇവിടെ എന്താ വെച്ചാൽ ഈ പാരന്റിന് മകൻ അല്ലെങ്കിൽ മകൾ അതൊരു അമാനത്തായി ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളിടത്താണ്. എന്റെ ജോലിയാണ് എനിക്ക് പ്രധാനം, എന്റെ ജോലിയാണ് എനിക്ക് വലുത്, എന്റെ മക്കളല്ല എന്നുള്ള ഒരു സമീപനത്തിലേക്ക് പലപ്പോഴും പല പാരന്റ്സും പോകുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം.
നിങ്ങൾക്ക് അതേ സ്കൂളിൽ നിന്ന് തന്നെ ഉണ്ടായത് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ തമ്മിൽ ചെറിയ അടി ഉണ്ടായി. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കശപിശ. അതിൽ ഒരു കുട്ടിക്ക് അടി കിട്ടി, ചുണ്ട് വീങ്ങി, മുറിയായി, വീങ്ങി ആയി. ഈ കുട്ടി എന്ത് നമ്മൾ അവിടുന്ന് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കിട്ടും. വീട്ടിലെത്തി പിറ്റേ ദിവസം അതേപോലെ തന്നെ സ്കൂളിൽ വന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഇത് കണ്ടപ്പോ എന്താ വീട്ടിൽ പറഞ്ഞ ഉമ്മ എന്താ പറഞ്ഞത് എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ച സമയത്ത് ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾക്ക് പ്രത്യക്ഷമായിട്ടുള്ള ചുണ്ട് പൊട്ടിയിട്ടുണ്ട്, ചുണ്ട് വീങ്ങിയിട്ടുണ്ട്. പിറ്റേ ദിവസം വന്നപ്പോൾ ഏകദേശം വലിയ മാറ്റമൊന്നുമില്ല, ചെറിയ വീക്കം അപ്പോഴും അവിടെ ബാക്കിയുണ്ട്. എന്തായാലും ഒരു മുറിവ് എന്തോ സംഭവിച്ചിരിക്കണം എന്നുള്ളതിന്റെ അടയാളം പുറത്തുനിന്ന് കണ്ടാൽ കാണുന്ന രൂപത്തിൽ തന്നെയാണ്. അപ്പൊ ഈ കുട്ടി ഇവരോട് ഞാൻ ചോദിച്ചു, അപ്പൊ എന്റെ ഉമ്മയൊന്നും ഇത് കണ്ടില്ലടാ, അവരൊന്നും ഇതിനെ കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ലെന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞെന്താ വെച്ചാല്, ഉമ്മ ടീച്ചറാണ്, ഓൺലൈനിലെ ക്ലാസ് എടുക്കുന്ന ആളാണ്. പൊതുവെ ഞങ്ങളുടെ ഒരു റുട്ടീൻ എങ്ങനെയാന്ന് വെച്ചാല്, ഞങ്ങൾ 2:30 സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 3 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോ എന്താ ചെയ്യും, ഉമ്മ ഫുഡ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ചായ അല്ലെങ്കിൽ ഒരു സ്നാക്സ് എന്തെങ്കിലും 3-3:15 വീട്ടിലെത്തണം. അപ്പൊ ആ സമയത്തുള്ള 4 മണിക്കുള്ള അതൊക്കെ കൂടി ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഉമ്മക്ക് ഓൺലൈൻ ക്ലാസ് ആണ്, ഉമ്മ ഓൺലൈൻ ക്ലാസ്സിലായിരിക്കും, ഉമ്മ 6 മണിയാവും ഫ്രീ ആവാറ്. അപ്പൊ അതുവരെ ഞങ്ങൾ ചായ കുടിച്ച് ഞങ്ങൾ ഇതിന്റെ പാട്ടിന് ഞങ്ങൾ റൂമിൽ ഇതൊക്കെ പോകും. പിന്നെ എന്താ ചെയ്യും, രാത്രി പഠിക്കുന്ന നേരത്തും ഉമ്മക്ക് ക്ലാസ് ഉണ്ടാവും, ഞങ്ങൾ ഇരുന്ന് പഠിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ടാബ് കളിക്കും. അത് കഴിഞ്ഞാല് പിന്നെ ഒരു പക്ഷെ ഉമ്മ ഞങ്ങളെ കാണുക രാവിലെ തന്നെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി ഉറക്കത്തുനിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഒരു വീട്ടിൽ ഉമ്മ ഉണ്ടായിട്ട് പോലും, ഒരു വർക്കിംഗ് പാരന്റ് ആയിട്ട് പോലും ഉമ്മ മകനെ കാണുന്നത് വളരെ കുറഞ്ഞ സമയമാണ്. ആ വാപ്പനെ കുറിച്ച് വെച്ചപ്പോ വാപ്പ കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്, മൂപ്പര് അതിൻ്റെതായ യാത്രകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതാണ് ഇത് കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആരെങ്കിലും? ഒന്ന് ക്ഷമിക്കണം, ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു നിങ്ങൾ കണ്ടാൽ മതിയോ? സൗണ്ട് ഓക്കെ ആണോ? ക്ലിയർ ആയിട്ടുണ്ടോ? സൗണ്ട് ഓക്കെ ആണോ? അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാല്, വീട്ടിലെ ഒരു പാരന്റ് ഉമ്മ സ്കൂളിൽ നിന്ന് അടി ഉണ്ടാക്കി പരിക്ക് പറ്റി വന്ന മകനെ പോലും ശ്രദ്ധിക്കാനോ ഇതിന് നേരല്ലാതെ തന്റെ ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്താണ് അവർക്ക് കിട്ടുന്നത്? അതുകൊണ്ട് ഇപ്പോഴത്തെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം, ഈ പുതിയ പാരന്റ്സ് ആണ് ഉള്ളത്, അവരെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്യുന്നത്, ജോലി അതാണ് ഏറ്റവും വലിയ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് നാട്ടിലെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കാരണത്താൽ പൈസ ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ. പൈസ ഉണ്ടെങ്കിലും മാത്രമല്ല, ഇപ്പൊ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ ജോലി ചെയ്യുന്നവർ വലിയ ശമ്പളത്തിനൊന്നും ജോലി ചെയ്യുന്നവരൊന്നുമല്ല, ജോലി ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുന്നു. അതിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആളുകൾ, വലിയ സാലറി കിട്ടിയിട്ടൊന്നല്ല, വളരെ തുച്ഛമായിരുന്നു. നമ്മൾ ചിലപ്പോൾ അവരുടെ സാലറി കിട്ടിയാലും ആ കുടുംബത്തിലേക്ക് എന്തിനാ എത്ര സാലറി അങ്ങനെ ആവശ്യമില്ല. ഞാൻ ജോലി ചെയ്യുന്നവർ കുറ്റം പറയാനല്ല കേട്ടോ എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഞാൻ ഈ പോയിന്റ് കൊണ്ടുവന്നത്, നമ്മുടെ മക്കളെ യഥാവിധം നോക്കാൻ പറ്റാതെ നമ്മൾ ഇങ്ങനെ റിസ്ക് എടുത്ത് ജോലി ചെയ്തിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും മക്കൾ എന്ന് പറയുന്നത് പാരന്റ്സ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കഴിയാതാവുന്ന ഒരു കാലഘട്ടത്തിൽ എന്നെ നോക്കാൻ, അല്ലെ? അതൊരു മെയിൻ റീസൺ ആണ്. അപ്പൊ അവിടെ പാരന്റ്സ് ആഗ്രഹിക്കുന്നതാണ്, മക്കൾ അന്ന് ഈ പാരന്റ്സ് വയ്യാതാകുന്ന സമയത്ത് മക്കളുടെ പ്രയത്നം എന്തായി മാറണമെന്നാണ്, പാരന്റ്സായി മാറണമെന്നാണ്. അപ്പൊ അത് ആഗ്രഹിക്കണമെങ്കിൽ ആദ്യം മക്കളാകണം പാരന്റ്സിന്റെ പ്രയോറിറ്റി. കൊടുത്തത് എന്തെയുള്ളൂ തിരിച്ചിട്ടുള്ളൂ. പൊതുവെ നമ്മള് പറയുന്നതാണ്, കൊടുത്തത് എന്തായാലും അങ്ങനെ തന്നെ കൊടുത്തത്. നമ്മള് മക്കളെ ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മക്കളെ നമ്മൾ ആർഷായിട്ടാണ് വളർത്തിയത്, നമ്മൾ അവരെ അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടാണ് വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവും.
പലപ്പോഴും നമ്മുടെ പാരന്റിങ്ങിന്റെ വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ത് പറയാം, നമ്മൾ കുട്ടികളോട് കുറേ കാര്യങ്ങൾ പറയും. ചെയ്യരുത്, അടുക്കരുത്, പോകരുത്, അങ്ങനെ കുറെ അരുത് 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 ഉണ്ടാവരുത് എന്നേ നമ്മൾ പറയലുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മോനെ ഈ കാര്യം ചെയ്യ് എന്നെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളെ വീട്ടിൽ ചില കുട്ടികളുണ്ടോ, കുട്ടികളോട് നമ്മള് വീട്ടിനൊന്നും വേണ്ട, ഒരു ഭക്ഷണം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കറിപ്പാത്രോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ചെറിയ കുട്ടികൾ അവർക്ക് കൊണ്ടുപോയിട്ട് ഡെയിലി ലൈഫിലെ പാരന്റ്സ് എന്താ പറയാ, ആള് ഒച്ച ഉണ്ടാക്കിയ ആ ഒച്ച കേട്ടാൽ തന്നെ ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടാവും. കുറച്ച് അവിടെ എന്താ ചെയ്യാ നോക്കിക്കൊണ്ടോണെ, ഇല്ലെങ്കിലും വലിയ പാത്രങ്ങൾ പകരം ചെറിയ പാത്രം പൊട്ടി കൊടുത്തിട്ട് കൊടുത്ത് നോക്കിക്കൊണ്ടേ സപ്പോർട്ട് കൊടുത്തിട്ട് ഒന്ന് കൊണ്ടുവച്ച് ഉഷാറായി വെച്ചല്ലോ. അവന്റെ അടുത്ത് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ കുട്ടി ഒരു പാത്രം എടുത്തിട്ട് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പൊട്ടുന്നതാകട്ടെ പൊട്ടാത്തതാകട്ടെ നമ്മൾ കൊണ്ടുവെക്കുമ്പോ നോക്കി കൊണ്ടുപോകണം കേട്ടോ എന്ന് പറഞ്ഞ് അവര് കൊടുത്തു കൊടുക്കുമ്പോൾ അവനക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ട്. എന്നാ നേരെ മറിച്ച് അതൊന്നും കൊണ്ടുവരുന്നത് ഇപ്പൊ ചീത്ത അറിയും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അവരുടെ കഴിവുകൾ സ്കില്ലുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ അവരെ പരിഗണിക്കാത്ത ഒരു സാഹചര്യം അവർക്ക് ഫീൽ ചെയ്യും. ഇതിങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലും എന്ത് ചെയ്താലും നമ്മള് കുട്ടികളെ അതാണ് പാടില്ല. ഒരു കുട്ടി ജനൽമ കയറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹൈറ്റുള്ള സ്ഥലത്ത് കയറാണ്, അപകടാവസ്ഥയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, കുട്ടിയെ അതിശയിച്ചുകൊണ്ട് അന്നോട് അവിടെ കയറുന്നത് പറഞ്ഞുകൊണ്ട് ചേട്ടാ നമ്മൾ അടിക്കണം നിയന്ത്രിക്കാണ്. അമിതമായിട്ടുള്ള നിയന്ത്രണം പലപ്പോഴും പാരന്റ്സിന്റെ അടുത്ത് എന്തെയ്യുന്ന വെച്ചാല് കുട്ടികളുടെ പാരന്റ്സിനായിട്ടുള്ള ഈ റിലേഷനെ ബാധിക്കും. ആ നിയന്ത്രണം കുറച്ചിട്ട് നമ്മൾ പകരം നെഗറ്റീവ് കമന്റുകൾ കൊടുക്കാതെ പോസിറ്റീവ് കമന്റുകൾ കൊടുത്തു നോക്കിയാൽ, അതല്ലെങ്കിൽ ആ ചെയ്യുന്ന സമയത്ത് കൊടുക്കാതെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് വീഴൂലേ, അതല്ലെങ്കിൽ അതിന് ഇതുണ്ടാവില്ല, ആ സാഹചര്യം അത് വേറെ സാഹചര്യത്തിൽ അവർ മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിലൊക്കെ നമ്മുടെ പാരന്റിങ് ഒന്ന് മാറ്റി കഴിഞ്ഞാല് നമുക്ക് ഏറെക്കുറെ ഞാന് ഇപ്പോഴത്തെ റിസർച്ച് പേപ്പറിൽ വായിച്ചൊരു സംഭവം ഇപ്പൊ ഓർമ്മ വന്നുകൊണ്ട് പറയാണ്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്താ പറയുന്നത്, തുടക്കം അൺകോൺഷ്യസ് മൈൻഡ് ആണെന്നാണ്. അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത എന്താണ്? ഏകദേശം മനുഷ്യ മനസ്സിനെ ഒരു വട്ടമാക്കി ചിത്രീകരിക്കുകയാണെങ്കിൽ 70-80% അൺകോൺഷ്യസ് മൈൻഡ് ആണെന്ന്. കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡ് ആയിട്ട് വരുന്നത് വെറും കേവലം 20%. അപ്പൊ ഈ 80% എവിടുന്ന സ്റ്റോർ ചെയ്യപ്പെടുന്നത്? 80% ഇൻഫോർമേഷൻ എവിടെ വരുന്നത്? ചെറുപ്രായത്തിലാണ്. കുട്ടി ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് എവിടെയാണ്? ആ അൺകോൺഷ്യസ് മൈൻഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. ഈ കുട്ടിയിൽ ഒരു പെട്ടെന്ന് ഒരു ഉമ്മ ചൂടായ കുട്ടി പെട്ടെന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മുമ്പ് ഇതുപോലെ അനുഭവം കുട്ടി പേടിച്ചിട്ടുണ്ട്. അതേ സ്വഭാവം എന്തെയാണ് കുട്ടി പോലും പറയാതെ ശരീരത്തിൽ വരികയാണ്. പാമ്പിനെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ മുമ്പ് കടിക്കുമെന്നൊരു ചിന്ത അൺകോൺഷ്യസ് മൈൻഡിലുണ്ട്. നമ്മുടെ അനങ്ങാൻ നിന്നാൽ പോകും എന്ന മനസ്സ് എന്ത് വരില്ല, അത് നമുക്ക് കിട്ടില്ല. കാരണം ഈ ഒരു ഇംപ്രിന്റിംഗ് സ്റ്റേജ് ആണ് ഈ പ്രായത്തിൽ പറയാം. ഈ ഇംപ്രിന്റിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ആ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കയറുന്ന ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും കഴിയുന്ന പോസിറ്റീവ്, എന്നാൽ വേണ്ടതുണ്ട് നെഗറ്റീവ്, വേണ്ടതുണ്ട് അത് കൊടുക്കും വേണം. ആ രൂപത്തിൽ ഈക്വൽ ആയി ബാലൻസ് ആയിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം വേണ്ടത്. ശരിയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം എന്താ വെച്ചാല് നമ്മൾ കൊടുക്കുന്ന ഓരോ കമന്റുകളും കുട്ടിയുടെ വളർച്ച, കുട്ടിയുടെ ഡെവലപ്മെന്റിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിസർച്ചുകൾ പറയുന്നത്. നമ്മൾ നെഗറ്റീവ് കമന്റുകൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും കുട്ടി ഉൾവലിയാണ് ചെയ്യുക, പോസിറ്റീവ് ആകുമ്പോൾ കുട്ടി എനർജറ്റിക് ആവുകയാണ് ചെയ്യുക. അത് നമ്മൾ പാരന്റിങ്ങിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക്. ഇപ്പൊ ആ ഒരു കൂട്ടത്തിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പാരന്റ്സിൽ ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ട്. ഞാൻ അവരെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കട്ടോ. അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതില് വളർന്നു വന്ന ഏകദേശം ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് ആ ഒരു വലിയ പ്രായത്തിൽ നിൽക്കുന്ന കുട്ടികളുടെ പാരന്റ്സ് ഉണ്ടാകും. മുമ്പ് എന്ത് നടന്നു, മുമ്പ് എങ്ങനെ പാരന്റ് നടന്നു എന്നുള്ള നമുക്ക് ഇനി ചർച്ച ചെയ്യാൻ കഴിയും അവരുടെ വിഷയം. കാരണം കുട്ടികൾ ആ പ്രായത്തിലുണ്ട്, എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഒരു തമാശ അറിയാം. ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു പാരന്റ് കുട്ടിയുടെ അടുത്ത് പോയിട്ട്
ഒരു കുട്ടി ഉമ്മാക്ക് എന്താ പറ്റി, ഉപ്പാക്ക് എന്തോ പറ്റിയില്ലല്ലോ. അല്ല അത് വേറെ ബോധ്യപ്പെടുത്തണം എന്നുള്ള തന്നെയാണ്. അത് നമ്മള് എന്താ പറയാ, പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തൊരു ഭീകര ജീവിയാണ്. നമ്മളെ കുട്ടികളോട് ചിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ രൂപത്തിൽ കളിക്കാൻ പാടില്ല, അങ്ങനൊന്നും. അതൊക്കെ പണ്ട് കാലം മാറിയത്. നമ്മൾ മാറിയേ തീരുള്ളൂ. അത് കുട്ടികൾ എന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പോയിട്ടൊന്നും കാര്യമില്ല. കുട്ടികളുടെ ഇഷ്ടങ്ങൾ നമ്മൾ അറിയണം. ഓരോ കുട്ടിക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. എന്റെ മൂത്ത കുട്ടിക്കുള്ള ഇഷ്ടമല്ല എന്റെ രണ്ടാമത്തെ കുട്ടിക്കുള്ള ഇഷ്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എക്സാമ്പിൾ എന്തെങ്കിലും കൊടുക്കാൻ കഴിയും? ഇത് എന്താ പറയാ, എക്സാമ്പിൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇതിലുള്ള ഓരോ പാരന്റ്സ് അവരുടെ കാര്യങ്ങൾ എടുത്തു, അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ട് അവരുടെ പാരന്റ്സ് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ പാരന്റ്സ് നമ്മോട് പാരന്റിങ് നടത്തിയിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്താണെന്ന് ഇന്ന് നമ്മളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതത്രേ ഉള്ളൂ. അതേപോലെ തന്നെ കാര്യത്തിലെ നമ്മുടെ മക്കളെയും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം, ഞാനിപ്പോൾ ഒരു 10 വയസ്സുള്ള അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടിയായിരുന്നെങ്കിൽ എന്റെ പാരന്റ്സ് ഇപ്പോൾ എന്നോട് എങ്ങനെയാണ് എനിക്ക് ഊഹിക്കാൻ പറ്റൂലേ? അങ്ങനെ നമ്മൾ പാരന്റ്സ് ഓരോരുത്തർ അങ്ങനെ ചിന്തിച്ചാൽ പോരെ. നമ്മളിപ്പോഴും 40 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സുള്ള ഞാന് 3 വയസ്സുള്ള 4 വയസ്സുള്ള എന്റെ കുട്ടിയെ 30 വയസ്സുള്ള എന്റെ കുട്ടി കൊണ്ട് ചിന്തിക്കുന്നതിന് പകരം ആ 4 വയസ്സുള്ള കുട്ടിയെ ഞാൻ പരിചരിക്കുമ്പോൾ ആ 4 വയസ്സുകാരന്റെ ബുദ്ധിയിൽ ചിന്തിച്ച് പരിചരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. നമ്മള് പാടില്ല, ചെയ്യരുത്, ആക്കരുത്, ഇതൊക്കെ എവിടെ പറയണത്? പ്രായം വെച്ചിട്ടാണ് ഈ ചെറിയ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ലോകം എന്താണെന്ന് കണ്ടു വളർന്ന് മാത്രം വരുന്ന പെരുന്നാളുകൾ പോലും കൂടുതൽ പണ്ട് പറയേ അപ്പൊ ആ ഒരു രൂപത്തിൽ നിൽക്കുമ്പോ നമ്മളും എന്ത് ചെയ്യണം? ആ ഒരു ലെവൽ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്നവനായി മാറണം, അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു ഉത്തരത്തിന്റെ ഒരു ബാക്കി കൂടി ചേർക്കാനുള്ളത്, ഇപ്പോ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി ഇത്രയും കാലം ഉമ്മാക്ക് രൂപത്തിൽ പെരുമാറാൻ കഴിഞ്ഞിട്ടില്ല. അവര് ചെയ്യേണ്ടത് ആ കുട്ടി അടുത്തവരെ ശ്രമിക്കുക എന്നുള്ളതാണ്, അല്ലേ? പെട്ടെന്നുള്ളൊരു പ്രോസസ് അല്ല. ഒരു ദിവസം എന്താ ഇഷ്ടപ്പെട്ട കളർ, ഇഷ്ടപ്പെട്ട കുട്ടി അന്നത്തോട് കൂടി അത് ചെയ്യേണ്ടത് വെച്ചാൽ അവർക്ക് ഇടപെട്ടാൽ തന്നെ കുട്ടികൾ നിഷ്കളങ്കരാണ്. ഓരോ മനസ്സില് അങ്ങനെ വെച്ച് ഇതാക്കുന്നില്ല. ഒരു ഏറെ പ്രായം വരെയും കുട്ടികൾ എന്താണ് പക്ക നിഷ്കളങ്കർ തന്നെയാണ്. അപ്പൊ അവരോട് ഇടപെട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഇഷ്ടങ്ങൾ അറിയാൻ പറ്റും, അവരുടെ താല്പര്യങ്ങൾ അറിയാൻ പറ്റും. അതൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നത്. അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോകണം. അവരെ എന്താ പറയുക, അവർ പറയുന്നതിനപ്പുറം പാരന്റ്സ് ഒന്നും ചെയ്യരുത് നല്ലത് ഇതോട്ട് അർത്ഥാക്കണത്. മറിച്ച് പരിഗണിക്കാവുന്നത് പരിഗണിച്ച്, പിന്നത്തേക്ക് വെക്കാവുന്നത് പിന്നത്തേക്ക് വെച്ച്, നോ പറയേണ്ടത് നോ പറഞ്ഞ് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ മോനെ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ അതല്ല പറഞ്ഞത്. എതിർപ്പ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, എല്ലാം വേണം. പക്ഷെ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൺവിൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇരിപ്പായിരിക്കണം ഓരോ പാരന്റ്സും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇപ്പൊ ഞാന് ഇപ്പൊ അടുത്ത് കേട്ടൊരു സംഭവം, ഉമ്മ വാപ്പ എന്ന് പറഞ്ഞൊരു ടീമാണ്. തീർച്ചയായും അത് ഉമ്മ വാപ്പ എന്നുള്ളത് ടീമായിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല് അത് മക്കളിൽ എന്ത് ചെയ്യും? ഭയങ്കര സ്വാധീനങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് വന്ന, സംസാരിക്കാൻ വേണ്ടി വന്ന ഒരു കുട്ടി, ശരിക്കും എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നത് ആ കുട്ടിയുടെ പാരന്റ് ആണ് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നത്. നല്ല പ്രൊഫൈലുള്ള ഒരു ഡോക്ടറാണ് എന്റെ അടുത്ത് വന്നത്. അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ബാലൻസ് ഒന്ന് തെറ്റിയപ്പോൾ, അവരുടെ കുടുംബ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം അവരിലേക്ക് വന്നപ്പോൾ അവർ മറ്റേ ഡള്ളായി. ഡള്ളായി മാത്രമല്ല, അവർക്ക് ഉറക്കം വരുന്നില്ല, സ്ട്രെസ് കൂടുന്നു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഒരു ദിവസം 4ഉം 5ഉം ഉറക്ക കൂടി കുടിച്ചിട്ട് പോലും ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമൊക്കെ. ഇത് അവർക്കൊരു മകനുണ്ട്. സ്വാഭാവികമായും ദിവസം കൂടുമ്പോഴും ഇവർക്ക് മകനോടുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞു വന്നു. പക്ഷെ ഇത് ആ മകന്റെ സ്വഭാവത്തെ അടപടലമാക്കി.
അവന്റെ പെരുമാറ്റം, അവന്റെ സ്കൂളിലെ രീതി, അവന്റെ പഠനം എല്ലാം മാറ്റി. ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിലുള്ള പ്രശ്നം മകനെ സ്വാധീനിച്ചത് ഭയങ്കരമാണ്. അതിപ്പോ അവന് എന്റെ അടുത്ത് കൊണ്ടുവന്നു അവരോട് ചോദിച്ച സമയത്ത് എനിക്കൊന്നുമില്ല, എന്റെ ഉമ്മ എന്നോട് കുറച്ച് സമയം സംസാരിച്ചാൽ മതി, എന്നാ തന്നെ എനിക്ക് പ്രശ്നം. ഉമ്മക്ക് അങ്ങനെ സംസാരിക്കുമ്പോ ഉമ്മാരോട് ചോദിച്ചോ, എനിക്ക് അങ്ങനെ സംസാരിക്കാൻ മൂടില്ല. അതോ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഈ പാരന്റ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള ഈ എന്താ പറയാ അസ്വാരസ്യങ്ങൾ ഒക്കെ മക്കളെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, സ്വാഭാവികമാണ് ഒരു റിലേഷനിൽ നിൽക്കുമ്പോൾ ഭാര്യയും ഭർത്താവും പ്രശ്നങ്ങൾ ഉണ്ടാവും, പറഞ്ഞില്ല, എല്ലാവരും മനുഷ്യന്മാരല്ലേ. അപ്പൊ പക്ഷെ ഇത് മക്കളുടെ മുന്നിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, ഓരോ പാരന്റ്സും ശ്രദ്ധിക്കണം. അത് പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അതൊരു വലിയൊരു ട്രാജഡി ആയിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഒരു എന്താണ് പ്രശ്നത്തില് ഇപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ വരണം എന്താന്ന് വെച്ചാല് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഡൈവേഴ്സ് ആയിട്ടുണ്ടാവും. ഇപ്പൊ വേറെ ഉമ്മ വേറെ കുറച്ച് ദിവസം ഉപ്പാന്റെ അടുത്തായിരിക്കും, കുറച്ച് ദിവസം ഉമ്മാന്റെ അടുത്തായിരിക്കും. അപ്പൊ ഇതൊക്കെ മുമ്പ് ഒരു വിഷയം വന്നതെന്ന് വെച്ചാല് ഉമ്മാന്റെ അടുത്ത് പോകുമ്പോൾ ഉമ്മാനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞു. ഉപ്പാന്റെ അടുത്ത് പോയാലും ഉമ്മാനെ കുറിച്ചിട്ട് ഉപ്പ പറയാനില്ലാത്തത്. ഇതുകൊണ്ട് ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചാല് ഇവര് വിചാരിക്കുന്നത്, ഉപ്പ വിചാരിക്കുന്നത് ഉമ്മാനോട് ദേഷ്യം കഴിഞ്ഞ് ഒരു ഇന്ത്യ അടുത്ത് കിടത്തിയത്, ഉമ്മ വിചാരിക്കുന്നത് ഉപ്പാനോട് ദേഷ്യം കഴിഞ്ഞ് ഇന്ത്യ അടുത്ത് കിടത്തിയത്. പക്ഷെ അതെല്ലാം ശരിക്ക് എന്താ ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഉമ്മയും പ്രശ്നം ഉണ്ടെങ്കിൽ അവര് ഡൈവേഴ്സ് ആയിട്ടുണ്ടെങ്കിലും മക്കളുടെ വിഷയത്തിൽ അവർ ഒന്നാമത് ശ്രദ്ധിക്കണം. കാരണം ഇത് മക്കളുടെ വളർച്ചയെ, അവരുടെ ഭാവിയെ, അവരുടെ പഠനത്തെ എല്ലാം ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഓരോരുത്തരും മനസ്സിലാക്കും. അപ്പൊ ഒരു ടീമായിട്ട് ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും ഒരു ടീമായി നിന്ന് മക്കളെ നല്ല നിലക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നല്ല മക്കൾ ഉണ്ടാവുള്ളൂ. ഒരു ടീം വർക്കാണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ ഓട്ടോറിക്ഷ പോലെ എന്ന് പറയാം അല്ലെ, ബാക്കിലത്തെ 2 ടയർ ഉമ്മ ഉപ്പ, മുമ്പത്തെ ടയർ മക്കൾ. ഈ മക്കൾക്ക് മുന്നോട്ട് യാത്രയിൽ ആരോടെ പിറകിൽ വേണം, അത് ഒരുമിച്ച് വേണം. ഒരങ്ങോട്ട് തിരിഞ്ഞാലും ഒരങ്ങോട്ട് തിരിഞ്ഞാൽ വണ്ടി പറയും. അപ്പൊ അതുപോലെ ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യണം, മക്കളുടെ വിഷയത്തിൽ തീരുമാനം എടുക്കുന്ന മാതാപിതാക്കളായിട്ട് മാറാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം, ഉണ്ടാകണം. ലുക്മാൻ ഖാൻ, നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? മക്കളുടെ റോൾ മോഡൽ പാരന്റ്സ് ആയിരിക്കും. പലപ്പോഴും കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നത് ക്രിസ്ത്യാനോ, മെസ്സിയെ, മമ്മൂട്ടി, മോഹൻലാൽ. ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലൊക്കെ നമ്മളെ കാലത്ത് ആൾക്കാരെ ബാധിക്കുന്നത് ദുഷ്കറും പുതിയ കാലത്ത് ഇങ്ങനെ കുറെ റോൾ മോഡലുകളാണ് അവർക്ക് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തില് ഒരു മോനെ സംബന്ധിച്ചിടത്തോളം, ഒരു മോളെ സംബന്ധിച്ചിടത്തോളം ഉമ്മയും ഉപ്പയും ആകണം അവർക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ, നോക്കിക്കണ്ടിട്ട് ജീവിക്കാനുള്ള ആ ഒരു കുടുംബത്തിൽ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകും. നമ്മളെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ നേരെ റോൾ മോഡൽ ആരായിരിക്കും നമുക്ക് പറയാൻ അത് നമുക്ക് എന്തില്ല വരുന്നില്ല. പക്ഷെ അതൊക്കെ പഠിക്കേണ്ടത് അവരോട് ഉമ്മയും ഉമ്മയിൽ നിന്നും വരുന്നതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ മദ്രസയിലേക്ക് ഈ മദ്രസയിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചെടുക്കും, ഉസ്താദുമാരെ പഠിപ്പിച്ചെടുക്കും. പക്ഷെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ വീട്ടിലാണ്. സ്കൂളിൽ പോയാല് ഇന്ന കിട്ടുള്ളൂ, അറിവേ കിട്ടുള്ളൂ, ഐക്യ കിട്ടുള്ളൂ. ബാക്കിയുള്ള 4 ക്യൂകളും എവിടുന്ന, ഇമോഷൻ അതെവിടുന്ന, ബിഹേവിയർ എവിടുന്നാണ്, എല്ലാം വീട്ടിൽ നിന്നാണ്. ഇപ്പൊ അടുത്തൊരു രസകരൊരു വാചകം ഞാൻ കേട്ടെ, സ്കൂളിൽ പോയാൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, 1 2 പേര്. ഏതാ സ്കൂളിൽ പോയി പഠിക്കുക? 2 പേര് അല്ലേ? വീട്ടില് 3 മക്കളില്ലെങ്കിൽ ആരാ വലുത്? ഒന്നാമത്തെ അത് ഞാൻ പറഞ്ഞത് വീട്. ഞാൻ പറഞ്ഞത് വെച്ചാല് ബിഹേവിയർ, ഇമോഷൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പൊ നമ്മൾക്ക് ആ ഒരു വേർതിരിവ് പഠിക്കുന്നത് എവിടുന്നാണ്? അതിന്റെ വിവേകം വീട്ടിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ എന്ത് ചെയ്യണേ, ജ്യേഷ്ഠ അനിയത്തി, ഒരു കാക്കി അനിയനോ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തെയും അനിയത്തിയോ 2 3 മക്കളൊക്കെ ഉള്ള ഒരു വീട്ടിൽ സാഹചര്യം കൊടുത്തു നോക്കിയാൽ മതി. ചെറിയ ആളും വലിയ ആളും അടിയുണ്ടായി. ചെറിയ ആളും
വലിയ ഉപ്പയോ ആരാണ് ചീത്ത പറയാ? വലിയ ആളെ വലിയ ആളായിരിക്കും ചീത്ത. ഉപ്പ ഉമ്മയോ അങ്ങനെ ചീത്ത പറയുന്ന ഞാൻ അനുഭവിച്ചോണ്ടാ പറയണത്. ആ ചീത്ത പറയുന്ന ആള് എന്താണ് പ്രശ്നമെന്നോ ആരാണ് കുറ്റക്കാരെന്നോ അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ഇല്ല. ഇല്ല. നമ്മുടെ പാരന്റിങ്ങിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ് അത്. നമ്മുടെ പാരന്റിങ്ങിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ്. സ്വാഭാവികമായും അവിടെ മൂത്ത ആളെ കുറ്റം പറയും. ചിലപ്പോ ചെറിയ ആളാണെങ്കിൽ അതിന് ചെറിയ ആളെ കുറ്റക്കാരനാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കുറ്റക്കാരനല്ലാത്ത മൂത്താൾ എന്ത് ചെയ്യാൻ പാടില്ല, അനാവശ്യമായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുന്ന രീതി നമ്മൾക്ക് ഉണ്ടാവുക. അവരെ കുറ്റപ്പെടുത്തും. ആ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ അടിയിൽ മാത്രമല്ല, എല്ലാം വിട്ടു. ഒരു ചീത്താവട്ടെ, ഒരു മോശം നോട്ടം വരെ വരും. നോട്ടം വരെ വരും. അതുപോലും എന്ത് ചെയ്യാൻ പാടില്ല ഉണ്ടാകും. ഇതൊക്കെ കുട്ടികളിൽ അവരുടെ വളർച്ചയിൽ നമ്മുടെ പാരന്റ്സ് എന്നൊക്കെ അവരെ നമ്മളെ പരിഗണിക്കുന്നതിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇപ്പൊ എന്താണ് എന്റെ അടുത്ത് പാരന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാല് 2 മക്കളാണ് അവർക്കുള്ളത്. മൂത്ത കുട്ടി 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, രണ്ടാമത്തെ കുട്ടി 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മൂത്ത കുട്ടിക്ക് നല്ല മാർക്ക്, പരീക്ഷയിൽ പെൺകുട്ടിയാണ്, നല്ല മാർക്ക് ഉണ്ട്, എല്ലാ കാര്യത്തിലും നല്ല ഉഷാറാണ്, പഠിക്കും എന്ന് പറഞ്ഞാൽ നല്ല പഠിക്കും, ബ്രില്യന്റ് ആണ്. എന്നാ പരിശ്രമമുണ്ട്, പഠിച്ചു തലച്ചോറ് കൊടുക്കുന്നു. എന്നാ രണ്ടാമത്തെ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം തീരെ പഠിക്കില്ല, ഒന്നിനും കൊള്ളില്ല, മാർക്കില്ല, ഒന്നുമില്ല. എന്താ കാട്ട? അതാണ് ഒരു ചോദ്യം. ഞാൻ എങ്ങനെ മറുപടി കൊടുക്കും? കാരണം എന്താ വെച്ചാല് 2 കുട്ടികളെ എനിക്കറിയാം, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം. ഞാൻ പറഞ്ഞ മൂത്ത കുട്ടിയൊക്കെ, രണ്ടാമത്തെ കുട്ടിയും നല്ല കാലിബറുള്ള കുട്ടിയാണ്. ഓനൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഓനെന്ത് ചെയ്യും, ഇതാക്കാൻ പറ്റുമോ? ഞാൻ ഓന്റെ നല്ല ഗുണങ്ങള് മനസ്സിലാക്കി. അപ്പൊ പേരന്റ് പറഞ്ഞത് ഓൻ അങ്ങനൊന്നുമില്ല, ഓനെ പഠിക്കൊന്നുമില്ല, വീട്ടിൽ വന്നാൽ പഠിക്കുന്നില്ല കാര്യമില്ല. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് മൂത്ത കുട്ടി പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അത് വീട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അനിയനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓടിച്ചതൊക്കെ നന്നായിട്ട് അത് കേട്ട് കഴിഞ്ഞാൽ സാധനം അവിടെ നിൽക്കും. അവർക്ക് അത് മതി എന്ത് ചെയ്യാന്, പരീക്ഷയിൽ അത്യാവശ്യം കഴിച്ചിലായി പോകാന്. പിന്നെ 3ാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ, 3ാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ. അവന്റെ കഴിവ് വളർന്നു വരാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ പോലെ ആൺകുട്ടികൾ എന്ത് ചെയ്യില്ല, അങ്ങനെ ചെയ്യൂലല്ലോ. ഞാൻ ആ പാരന്റിനോട് തിരിച്ചു ചോദിച്ച ചോദ്യം, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു. ആയിക്കോട്ടെ, അങ്ങനെ ചോദിച്ചിട്ട് 3ാം ക്ലാസ് പഠിക്കും തരുന്ന അവസ്ഥ. 3ാം ക്ലാസ് പഠിക്കുമ്പോ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? മക്കളുടെ വിഷയത്തില് ഇങ്ങനെ ഇടപെടുമ്പോ അവർ പഠിക്കണില്ല, അവര് അത് ചെയ്യുന്നില്ല, അത് ചെയ്യണില്ല, അതാവണില്ല. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ചേക്കാം, ആ പ്രായത്തിൽ നമ്മൾ ഞാനിത് ചോദിച്ചപ്പോ എന്താ പറയാ, അവര് ചിരിച്ച് അതിനെ തള്ളിക്കളഞ്ഞ് ഒരു എന്താക്കി മുന്നോട്ട് അത്രയും നേരം സീരിയസ് ആയിട്ട് ആ സങ്കടം ബോധിപ്പിച്ച വ്യക്തി ചിരിച്ച് അവര് കോമഡിയിലേക്ക് എത്തി. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരുടെ വീട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ചോദിച്ച സമയത്ത് അവര് പറഞ്ഞത് പഠിക്കുന്ന കുട്ടിയുണ്ടല്ലോ, വീട്ടില് പെൺകുട്ടി കൂടിയാണ്, വീട്ടിൽ ഉമ്മാരെ നിലക്കും സഹായിക്കില്ല, ആൾക്കരിയിലാകട്ടെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ സഹായങ്ങളൊന്നും ചെയ്യില്ല. പറഞ്ഞാലും തന്നെ ഭയങ്കര മടിയാണ് അവർക്ക്. എന്നാ ഈ 3ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ കാര്യത്തിലും അവന്റെ അടുത്തൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോ അങ്ങനത്തെ സ്കില്ലുകൾ ഒരുപാട് ഉണ്ടാവും. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പഠിച്ച ആളാണോ പഠിക്കാത്ത ആളാണോ അപ്പൊ ഓൻ തന്നെയാണ് ആ കാര്യത്തിലൊക്കെ അവന്റെ മെഡിക്കലാണ്, ഉഷാറാണ് എന്ന് പറഞ്ഞു. എനിക്കൊരു സംഭവം പറയുമ്പോൾ ചെറിയ കഥ ഓർമ്മ, കഥ ഒന്ന് സൂചിപ്പിച്ചു പോവാ. ഒരു രാജസ്ഥാൻ പോലത്തെ ഒരു ഗ്രാമത്തിൽ, രാജസ്ഥാൻ എന്ന് പറയുന്ന ജില്ലയിൽ, സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ ജീവിക്കുന്ന ഒരു 3 സ്ത്രീകൾ. രാജസ്ഥാൻ പോലത്തെ ഒരു നാടിന്റെ അവസ്ഥ അറിയാലോ, അവിടെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ദൂരേക്ക് എന്ത് ചെയ്യണം, കുടവുമായിട്ട് ചെന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുവരണം. ഇതാണ് അവിടുത്തെ രീതി. അപ്പൊ 3 സ്ത്രീകൾ ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ 3 പേരും ഭയങ്കര ചർച്ചയിലാണ്. അവരെ മക്കളുടെ വിഷയത്തിലാണ് ചർച്ച.
ഒന്നാമത്തെ സ്ത്രീ പറയും എന്റെ മകൻ ജഡ്ജിയാണ്, ഒരു കോടതിയിലെ ജഡ്ജിയാണ്, അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, മെനക്കെട്ടിട്ടുണ്ട്, നല്ല കുട്ടിയാണ്, നമ്മൾ വീട് കുറെയൊക്കെ നല്ല രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ കഴിഞ്ഞത് അവനെ കൊണ്ടാണ്. രണ്ടാമത്തെ സ്ത്രീ പറയും എന്റെ മകനും ഇതുപോലെ തന്നെ അധ്യാപകനാണ്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, മെനക്കെട്ടിട്ടുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, കാര്യങ്ങളൊക്കെ മുന്നോട്ട് അവനുണ്ടായതുകൊണ്ട് പോകുന്നുണ്ട്. മൂന്നാമത്തെ സ്ത്രീ പറയും എന്റെ മകൻ ഒരു സാധാരണക്കാരനാണ്, മറ്റു ജോലികളും കൂലിപ്പണികളായിട്ട് മുന്നോട്ട് പോകുന്നവനാണ്, പക്ഷെ നല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ സ്ത്രീ അവസാനിപ്പിക്കും. കാരണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയാൻ മൂന്നാമത്തെ സ്ത്രീയുടെ മകൾക്ക് കുറവായിരുന്നു. ഞാൻ തിരിച്ചു വരികയാണ്, കടവും വെള്ളവുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മൂന്ന് മക്കൾ മൂന്ന് അറ്റത്താണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ മകനെ അമ്മ ചൂണ്ടിക്കൊണ്ട് വരാനുണ്ട അതിന്റെ കുട്ടിക്കോ ആ ജഡ്ജിയെ പറഞ്ഞില്ലേ, ആ കുട്ടിയാണത്. മോനെ കൈ കേട്ടുമ്പോ മോൻ പറയും ആയിക്കോട്ടെ ആയിക്കോട്ടെ മാത്രം പറഞ്ഞിട്ട് തലതിരിക്കും. സങ്കടം രണ്ടാമത്തെ സ്ത്രീ മോനെ വിളിക്കും, അധ്യാപകനായിട്ട് മോനെ വിളിക്കുമ്പോ കാണാത്ത പോലെ എന്ത് ചെയ്യുന്നത് മകൻ പോവുകയാണ്. പക്ഷെ മൂന്നാമത്തെ സ്ത്രീയുടെ മകൻ ഓടി വരും. എന്തിനത്ര കഷ്ടപ്പെടുന്നു? ഇതിൽ ഏത് മകനെ കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത്? അല്ലെ, മൂന്നാമത്തെ മകനെ കിട്ടാനാണ് ആഗ്രഹിക്കുക. ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു കാര്യം കണക്ട് ചെയ്യാണ്. കാരണം നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കേവലം ഒരു എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന മാത്സും സയൻസും കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, ഒരു കുട്ടിക്ക് കഴിവ് കിട്ടൂല. ഒരാളെ സഹായിക്കണം, ഒരാളെ ബുദ്ധിമുട്ടിലാണെങ്കിൽ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സിമ്പത്തി എംപത്തി എന്ന് പറയുന്ന ക്വാളിറ്റീസ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. കേവലം ഒരു മാത്സ് സയൻസ് പഠിക്കുന്നതിൽ നിന്ന് അവിടെ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാല് ശരിക്ക് ഭൗതിക വിദ്യാഭ്യാസം അല്ല ഒരു കുട്ടിയെ മോൾഡ് ചെയ്യണത്, ശരിക്ക് മതവിദ്യാഭ്യാസം കൂടി ഒരു മോറൽ സ്റ്റഡീസ് കൂടി കുട്ടികളിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, അത് അവരുടെ ഒരു പൂർത്തീകരണം എത്തുള്ളൂ. ഇപ്പോ എന്താണ് ഞാൻ പറഞ്ഞത്, നേരത്തെ വന്നപ്പോ നമുക്ക് H2O എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജൻ മോളിക്യൂളും കൂടി ചേർന്നാൽ ഓക്സിജൻ ആകും, വെള്ളമാകും, അത് വെള്ളമാകും, വാട്ടർ പഠിക്കാനേ പറ്റുള്ളൂ, സയൻസിന് ഇക്വേഷൻ പഠിക്കാനേ പറ്റുള്ളൂ. എന്റെ വാട്ടർ ബോട്ടിലിന്റെ വെള്ളത്തിൽ അടുത്തുള്ളവരെ ദാഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ വെള്ളം എടുത്ത് കൊടുക്കാൻ ഒരു മനസ്സ് അത് പഠിച്ചിട്ട് കിട്ടൂല, അത് എവിടുന്നേ കിട്ടുള്ളൂ. അത് ദീനും അതേപോലെ തന്നെ ഈ സിമ്പതിയോ കാര്യങ്ങളൊക്കെ പഠിച്ച് അത് മനസ്സിലാക്കുമ്പോൾ അതിലൊരു പ്രതിഫലം ഉണ്ടെന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നത് നമുക്ക് നിങ്ങൾ കിട്ടുമെന്ന് ബോധവൽക്കത്തേ ഉള്ളൂ, അത് തലയിൽ വരുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, മക്കളെ വെറും ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രം പറഞ്ഞയക്കരുത്, ഇന്നത്തെ മോറൽ സ്റ്റഡീസ് മതവിദ്യാഭ്യാസം കൂടി കുട്ടികളിലേക്ക് കൊടുക്കാൻ മറന്നു പോകരുത് എന്ന് അതോടൊപ്പം തന്നെ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇപ്പൊ നമ്മൾ റോൾ മോഡൽ അവിടുന്ന് നമുക്കൊരു റോൾ മോഡൽ ആവാൻ പറ്റും. മുമ്പ് സാധാരണ ഒരു കഥ പറയലുണ്ട്, എന്താന്ന് വെച്ചാല് ഈ എന്താ പറയാ, ഒരു കുട്ടിനോട് ചോദിച്ചു എനിക്ക് ആരാവാനാകും, പറഞ്ഞു വാപ്പനെ പോലെ ആയാൽ മതി. വാപ്പനെ പോലെ ആയാൽ മതി പറഞ്ഞപ്പോ ബാപ്പ തന്നാ തുടങ്ങി, തല്ലോട് തല്ല്. ഉമ്മ എന്നിട്ട് പറഞ്ഞത് അല്ല എന്താ നിങ്ങൾ തല്ലെന്ന് വെച്ചു, ഓൻ ആരാവണം ചോദിച്ചു, ഓൻ പറഞ്ഞിട്ടില്ല അവൻ ഇന്നെ പോലെ ആവണം. അപ്പൊ ഭാര്യ വെച്ചു നിങ്ങളിപ്പോ ഇത്ര മോശമാണെന്ന് വെച്ചു. ഞാൻ മോശമായതോട്ടല്ല, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആവാന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഞാൻ ആവണമെന്ന് വിചാരിച്ചു, ഓൻ എന്താവുന്നത്. അവിടെ ഞാൻ പറഞ്ഞെന്താ വെച്ചാല് നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പാരന്റ് എന്നുള്ളത് നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. എന്റെ മകൾക്ക് എന്റെ മകൾക്ക് എന്നിൽ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതിനാണ് ഞാനിത് പറഞ്ഞത്. മോനോട് അതായത് മോനോട് ആളുകളോട് നല്ല നിലക്ക് പെരുമാറാൻ പറയുന്നു, കളവ് നടത്തരുതെന്ന് പറയുന്നു, കളവ് പറയരുതെന്ന് പറയുന്നു. നമ്മളെ അന്യ കളവ് പറയുന്നവരാണെങ്കിൽ, നമ്മൾ പള്ളി പോകാത്തവരാണെങ്കിൽ, നമ്മൾ മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ മക്കളിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെ മക്കൾക്ക് ഒരു റോൾ മോഡലായിട്ട് മാറണം എന്നുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാല് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ, പാരന്റ്സും അതിന്റെ കൂടെ കേൾക്കുന്ന എല്ലാവരും ഒന്ന്
ആക്റ്റീവായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നന്നാവും തോന്നുന്നു. വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓണാക്കിക്കോളെ. ഒരു ലൈവായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ശരിക്കാണെങ്കിലും ഓൺലൈനിന്റെ പരിമിതികൾ ഉണ്ടാവും. വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരൊന്ന് വീഡിയോ ഓണാക്കി. എനിക്കൂടി ചെയ്യാൻ പറ്റുമോ? ഞങ്ങളാണ് ചെയ്ത് അപ്പൊ ഒന്നൊന്ന് പാരൻസ് ചെയ്ത് നോക്കാം. സാറിനോട് ഞാൻ കൊടുക്കുന്ന ഡയറക്ഷൻസിനനുസരിച്ച് നിങ്ങളെന്ത് ചെയ്യാം, ഒന്ന് ചെയ്താൽ നന്നാവും. അപ്പോ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കൈ 5 വിരലൊന്ന് പിടിച്ചാൽ 5 വിരല് കൈ മടക്കി കൊടുക്കും. ഞാൻ പറഞ്ഞ അതേപോലെ ശ്രദ്ധിക്കണം. കൈ തുറക്കുന്നു, കൈ ഒന്ന് വേവ് ചെയ്യാം, നന്നായിട്ട് വേവ് ചെയ്യാം. കൈ ഒന്ന് ഇങ്ങനെ മടക്കി പിടിക്കുക. തലയിൽ കൈ വെക്കുക, തലയിൽ കൈ വെച്ചു. കൈ ഒന്ന് വേവ് ചെയ്യാം. മൂക്കിൽ കൈ വെക്കുക, കൈ വേവ് ചെയ്യാം. താടിയിൽ കൈ വെക്കുക. ഓക്കെ, ശേഷം ഒന്ന് വേവ് ചെയ്യാം. ഇനി ഒന്ന് ചെവിയിൽ കൈ വെക്കുക, വേവ് ചെയ്യാം. മൂക്കിൽ കൈ വെക്കുക. എന്തുണ്ടായി? പാരന്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയുന്നതാണോ ഞങ്ങൾ ചെയ്യുന്നതാണോ നിങ്ങൾ കണ്ടത്? മൂക്കിൽ അവസാനത്തിൽ ഞാൻ മൂക്കിൽ കൈ വെക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നെറ്റിയിലാണ് കൈവച്ചത്. ഷാംസറും നെറ്റിയിലാണ് കൈവച്ചത്. അങ്ങനെ ആരെങ്കിലും ഞാൻ മൂക്കിൽ കൈയൊക്കെ പറഞ്ഞപ്പോ നെറ്റിയിൽ കൈവച്ചവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഞാൻ ചെയ്തപ്പോ മനസ്സിലായ കാര്യം എന്താ അറിയോ? ഇത്ര വലിപ്പം വെച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും നോക്കാനും കാണാനും ഒന്നുകൂടി കേൾക്കാൻ ശേഷി ഉണ്ടായിട്ട് പോലും എന്താണോ കാണുന്നത് പറയുന്നതല്ല എന്ത് ചെയ്യാ കുട്ടികളിലേക്ക് എത്താം. മറിച്ച് ഏറ്റവും കൂടുതൽ വിഷ്വൽ പവറാണ് അവരെന്ത് ചെയ്യാ വർക്കൗട്ട് ആവുക. അവരെന്ത് എന്നുള്ളതാണ്. നമ്മൾ കുറെ പറയുന്നത് അത് അവർക്ക് എന്തായിരിക്കും? പ്രയാസങ്ങളായിരിക്കും. നമ്മള് കുറെ പറയാന്നുള്ളത് അതൊരു ബേർഡനായിരിക്കും. നമ്മളോട് ഒരാള് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരാളെന്ത് ചെയ്ത് അത് ചെയ്യേ, ഇത് ചെയ്യേ, മറ്റേ ചെയ്യരുത്, അതാക്കരുത്, ഇതാക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മേലുദ്യോഗസ്ഥനോട് സുപ്പീരിയറിനോട് നമ്മുടെ സമീപനം തരും. പലതും പറയും. എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും. ഇതായിരിക്കുമല്ലോ ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ വർക്കുകൾ തരുമ്പോ നമ്മൾ ഓക്കെയാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ വർക്ക് കാര്യങ്ങൾ തരുമ്പോ രേഖപ്പെടുത്തും. അതേ ഒരു വിഷയം നമ്മുടെ മക്കളുടെ വിഷയത്തിലും മക്കളും നമ്മളെ കുറിച്ച് വിചാരിക്കേണ്ടവരെ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറയുമ്പോ അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത്, മറ്റേതാക്കരുത്, ഇങ്ങനെ ആക്കരുത് എന്ന് പറയുമ്പോ മക്കൾക്കും ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാവണം എന്നാണ് എനിക്ക് ആ റോൾ മോഡൽസിന്റെ വിഷയത്തിൽ പറയാം. അപ്പൊ നമ്മള് കാണിച്ചു കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ അവരെ ആ ഒരു മാർഗത്തിലേക്ക് നയിക്കേണ്ടത്, അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഇത്ര ചർച്ച ചെയ്ത വിഷയങ്ങളൊന്നും ഞാൻ സമ്മതിക്കും. നമ്മള് ഫസ്റ്റ് നമ്മുടെ വിഷയം പാരന്റ്സിന്റെ പ്രയാസങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. അതിനുശേഷം നമ്മൾ പറഞ്ഞു എങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് പാരന്റ്സ് എങ്ങനെയാണ് മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്, അല്ലെ? റോൾ മോഡലുകളായിട്ട് മാറണമെന്നും അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ മാറ്റം വരുത്തണമെന്നും പറഞ്ഞു. ഇനി നമ്മളൊരു അവസാനത്തിലേക്ക് അടുക്കും തോറും നമുക്ക് ചോദിക്കേണ്ട ഒരു അവസാനത്തെ ചോദ്യം, എങ്ങനെയാണ് നമ്മൾ റോൾ മോഡൽ ആവുക എന്നുള്ളതാണ്. അതിനെന്താണ് ഒരു ഉമ്മ ഉപ്പ എന്ന നിലയ്ക്ക് ചെയ്യേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു നല്ല ജീവിതം എന്നുള്ളത് ഒരു ഭാഗമാണ്. പക്ഷെ എല്ലായ്പ്പോഴും കുട്ടികളുടെ ഇടയിൽ അത് വർക്കൗട്ട് ആവില്ല. നമ്മളൊരു റോൾ മോഡൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളത് കൊണ്ട് മക്കള് നമ്മളെ അതേപോലെ പിൻപറ്റിക്കൊള്ളുന്നുണ്ട്. ഇപ്പൊ ചില പാരന്റ്സ് പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞ മക്കൾക്ക് മോഡേൺ ഡ്രസ് തന്നെ വേണം, അവർക്ക് എന്താണ് ഇറങ്ങിയ ഏറ്റവും നല്ല ഡ്രസ് തന്നെ വേണം എന്നൊക്കെ ചെയ്യും പാരന്റ്സ് പരാതി പറയും. അപ്പൊ വീട്ടിലെ സാഹചര്യങ്ങൾ ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ അവരെ കൊടുക്കേണ്ട കാലത്ത് കൊടുക്കേണ്ട സാധനം കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കണം. അറിവ്, അവർക്ക് മതബോധം, ഈ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം. സാഹചര്യത്തോടൊപ്പം തന്നെ കൊടുക്കേണ്ട സാധനം ഏറ്റവും പ്രധാനത്തോടു കൂടി കൊടുക്കേണ്ട സാധനം തന്നെയാണ് ഇത്. ഒപ്പം വീട്ടിലെ സാഹചര്യവും
നമ്മള് അതില് ഒരു പ്രധാന ഘടകമാണ് റോൾ മോഡൽ ആവുന്നത്. മൂന്നാമത്തെ എന്താന്ന് വെച്ചാല് നമ്മള് അവരറിഞ്ഞുകൊണ്ട് അവരുടെ രൂപത്തിൽ നമുക്ക് അവരോട് ഇടപെടാൻ പറ്റാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ അടുത്തൊരു പ്രൊജക്ട് നമ്മള് ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തോന്നുന്നു. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള ആക്ടിവിറ്റികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ കൂടെ അവരുടെ കൂടെ ഇങ്ങോട്ട് നമുക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കളികളിൽ നമ്മളെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റും, ഏറെക്കുറെ കുട്ടികളെ നമ്മുടെ കൈകളിൽ ഒതുങ്ങി കിട്ടും. ഒരു വലിയൊരു തത്വം തന്നെയാണ് നമ്മള് അവരെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോ. എനിക്കറിയാം കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകുന്ന, കുട്ടികളുടെ കൂടെ ഔട്ടിങ്ങിന് പോകുന്ന വേറെയുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റും, കുട്ടികളോട് വല്ലാത്ത അറ്റാച്ച്മെന്റ് കുട്ടികൾക്ക് കോട്ടുണ്ടാവും. എന്നാൽ നേരെ മറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയാ ഓഫീസ്, വീട്, ഓഫീസ് അങ്ങനെ പോകുന്ന അവരെ അകൽച്ച പൊതുവെ കാണപ്പെടാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്, കുട്ടികളെ മനസ്സിലാക്കുക, കുട്ടികളുടെ പ്രായം മനസ്സിലാക്കുക, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ അത് മനസ്സിലാക്കി അവരൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പാരന്റ് എന്നുള്ളവർക്ക് അവർക്ക് റോൾ മോഡൽ ആവാൻ പറ്റും. ഓരോ കുട്ടികളുടെയും അവരുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് എന്ത് ചെയ്യാം, ഇറങ്ങി ചെല്ലാന്നുള്ളത്. നിങ്ങൾ ആ ഒരു ഇഷ്ടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാന്ന് പറഞ്ഞപ്പോ മനസ്സിലായ കാര്യം പറയാതിരിക്കുകയാണ്. ശ്രോതാക്കൾ ചോദിച്ചിട്ടാവാം അല്ലെ? ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര പേര് അവരുടെ മക്കളെ എൻകറേജ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കോംപ്ലിമെന്റ്സ് ഒരു വലിയ ഘടകമാണ്. ഒരു വലിയ ഘടകമാണ്. എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ കുട്ടിക്ക് മാർക്ക് പറഞ്ഞപ്പോ എന്താണ് നേരത്തെ പറഞ്ഞതിന്റെ ഒരു വേറൊരു ഭാഗത്ത് നമ്മൾ പറഞ്ഞ ഒരു സാധനമായിരുന്നു അത്. നമ്മള് കുട്ടി ഒരു 30 50 30 മാർക്ക് വാങ്ങി. ആ വാങ്ങി വന്ന കുട്ടിയോട് നമ്മുടെ സമീപനം എന്തായിരുന്നു? അങ്ങനെ ബാക്കി 20 മാർക്ക് എവിടെയെന്നാണോ നമുക്ക് ചോദ്യം നമുക്ക് കിട്ടുക. ഇതിൽ എത്ര ശ്രോതാക്കളായിട്ട് എടുക്കുന്ന ആളുകൾ എത്ര പാരന്റ്സ് കമന്റ് ഒന്നുമില്ല, കമന്റ് ഇട്ടാൽ മതി, കമന്റ് ഇട്ടാൽ മതി. നിങ്ങൾ എത്ര പേര് മക്കൾക്ക് ഡെയിലി അല്ലെങ്കിൽ കുറഞ്ഞത് കഴിയുന്ന സമയങ്ങളൊക്കെ കൃത്യമായി കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കുക, ഉഷാറായിട്ട് അതിനോടനുബന്ധിച്ച് ചെറിയൊരു സംഭവം പറയാനുണ്ട്. വളരെ തുച്ഛമായിട്ട് ഓക്കെ എന്താ പറയുന്നത് കൊടുക്കലുണ്ട് എന്നുള്ളതായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊടുക്കുന്നുണ്ട്, ചെയ്യലുണ്ട്, പോസിറ്റീവ് തന്നെയാണ്. വരുന്ന കമന്റുകളൊക്കെ പോസിറ്റീവ് തന്നെയാണ്. ഉണ്ട്. ഒരു രസകരമായ ഒരു സംഭവം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ കോംപ്ലിമെന്റ്സ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. സത്യം അപ്പോ വിഷയം മക്കൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കോംപ്ലിമെന്റ്സ് ഉണ്ട്. ഒരു ചെറിയ സംഭവം പറഞ്ഞാൽ ഇതുപോലെ നമ്മള് കുട്ടികൾക്ക് ഡ്രസ് വാങ്ങണം എന്ത് ചെയ്യും, കൊടുക്കും, 1000 കൊടുക്കും. അന്നത്തെ കാലത്ത് ഡ്രസ്സിന്റെ എമൗണ്ട് അങ്ങനെയാണല്ലോ. ആ എമൗണ്ട് ഏറ്റു കുട്ടി വളരെ താല്പര്യത്തോടു കൂടി പോകുന്നു, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങി വരുന്നു. ആ ഡ്രസ്സ് കണ്ടേ ഉമ്മാന്റെ ഉപ്പാന്റെ ആദ്യത്തെ റിയാക്ഷൻ ഉണ്ടാവും. റിയാക്ഷൻ എന്താണ്? ഇത്രയും പൈസ ചെലവാക്കിട്ട് ഇപ്പൊ ഇതാണ് വാങ്ങിയത്. എന്നാൽ നേരെ മറിച്ച് അവരുടെ പിയർ ഗ്രൂപ്പ്, അവർക്ക് ഏറെ താല്പര്യമുള്ള ബന്ധമുള്ള സുഹൃത്ത് വലയങ്ങളിൽ എത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന റിയാക്ഷൻ എന്താണ്? ആയിട്ടുണ്ട് കേട്ടോ, എന്നൊക്കെ പറയുന്ന. അപ്പൊ ആ ഒരു കോംപ്ലിമെന്റ്സ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടി ഏതിനെ കൂടുതൽ പ്രിഫർ ചെയ്യും, നമ്മളെയാണോ സുഹൃത്തുക്കളെയാണോ? അപ്പൊ ഈ ഒരു സൈക്കോളജി റിസർച്ചുകൾ പറയുന്നത് ഒരു കുട്ടിക്ക് മാത്രമല്ല ഒരു മനുഷ്യന് ഒരു ദിവസം കുറഞ്ഞത് 7 പോസിറ്റീവ് സ്ട്രോക്കുകൾ കിട്ടണമെന്നാ പറയാ. സ്ട്രോക്ക് കൊടുക്കണം എന്നാ പറയുന്നത്. 7 പോസിറ്റീവ് ആയിട്ടുള്ള ഇത് കൊടുക്കണം. ഈ 7 എണ്ണം കൊടുക്കണം. കൂടെ ഒന്നും വേണം, ഒരു നെഗറ്റീവ് ബാലൻസ് ചെയ്യാൻ. ഒന്നാമത്തെ ടാസ്ക് അതായിരുന്നു നിങ്ങളുടെ അഭിപ്രായം?
അതെ, തീർച്ചയായും നമ്മള് അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് നമ്മൾ പോടുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാല് ഓരോ ദിവസവും ആഴ്ചയിൽ എന്ത് ചെയ്യുന്നു, ഓരോ കുട്ടികൾക്ക് പാരന്റ്സ് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇപ്പോ 0 to 6, 6 to 2 അങ്ങനെയുള്ള കുട്ടികളെ ഓരോ ഏജ് പീരീഡ് ആക്കിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റികൾ കൊടുക്കുക. അവരുടെ പ്രായത്തിനനുസരിച്ച്, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, അവരുടെ മെന്റൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇതിനൊക്കെയുള്ള ആക്ടിവിറ്റികൾ കൊടുത്ത് അവരെന്ത് ചെയ്യാം, മോൾഡ് ചെയ്യാൻ തണുത്തിറങ്ങി നിൽക്കുന്ന കുടുംബത്തിലേക്ക് ചൂടിന്റെ തിരികണങ്ങളായിട്ട് ആരും നമ്മൾ അങ്ങനെ ചില ടാസ്കുകളുമായിട്ട് വരാം. താല്പര്യമുള്ള നമ്മൾ ഗ്രൂപ്പിലിടാം. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. നമ്മൾക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു നല്ലൊരു സന്തോഷങ്ങൾ ഉണ്ടാവണം അല്ലെ. അതിനൊരു മാർഗം കൂടെ നമ്മുടെ മക്കളുടെ ഡെവലപ്മെന്റിനാണ് ഉപകാരം. അവരുടെ പഠനം, അതേപോലെ തന്നെ സ്കില്ല്, ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ, അവർക്ക് മാറ്റം വരുത്താവുന്ന രൂപത്തിലുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ മാക്സിമം പോയ ആഴ്ച ടാസ്ക് അതും എളുപ്പമുള്ളതായിരിക്കും. എനിക്ക് അത് തീർക്കണ്ടല്ലോ മറിച്ച് 1-2 ടാസ്കുകൾ തന്നുകൊണ്ട് നിങ്ങളത് ചെയ്യാണ്. നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിലുള്ള ഡെവലപ്മെന്റ് ആകട്ടെ, നിങ്ങളുടെ കുടുംബത്തിനെ തിരിച്ച് റിവൈവ് ചെയ്തെടുക്കാനുള്ള ഒരു മാർഗമാവട്ടെ. അതൊക്കെ നമ്മൾ കൂടുതൽ രീതിയിൽ നമുക്ക് പിന്നെ കൊടുക്കാം. കൃത്യമായിട്ട് ഡീറ്റെയിൽസ് വരുന്നതാണ്. പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിലൂടെ മെച്ചം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവസാനിപ്പിക്കാൻ തോന്നുന്നു, സമയം നമ്മളെ ഫ്ലോയിലോട്ട് പോയത്. അൽഹംദുലില്ലാ. അപ്പോ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എത്ര ചർച്ച ചെയ്താലും, എത്ര സംസാരിച്ച് തീർക്കാൻ ശ്രമിച്ചാലും തീരാത്തൊരു മഹത്തായ വിഷയമാണ് പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ ഞാൻ കേട്ടത് പ്രകാരം ന്യൂയോർക്കിലെ യൂണിവേഴ്സിറ്റികളിൽ പ്ലസ് ഓക്സ്ഫോർഡ്, ഹാർവർഡ് പോലത്തെ യൂണിവേഴ്സിറ്റികളിൽ പാരന്റിങ് എന്ന് പറയുന്നത് കോഴ്സാക്കി കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ടെന്ന ഒരു വാർത്ത എടുത്ത് കേട്ടു. ഞാൻ ഈ അടുത്തൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തു, കാലിഫോർണിയ ബേസ് ചെയ്തിട്ടുള്ള ഓൺലൈനിൽ കണ്ടിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. അപ്പൊ അവര് അതിന് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് അവർ വരാൻ കാരണം എന്താ വെച്ചാല് അവർ പോലും മനസ്സിലാക്കിയത് പാരന്റിങ് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നേരിടുന്ന. ഗവർമെന്റ് സാറിന്റെ ആ ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അതിനോട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അതേ വാചകമായിരുന്നു, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പാരന്റിങ് ആണ്. ഞാൻ ആ കോഴ്സിൽ ചേർന്നപ്പോ അതിന്റെ ഒരു അവർ തന്നെ പറയുന്നുണ്ട്, എന്ത് പാരന്റിങ് പ്രത്യേകിച്ച് മോഡേൺ കൾച്ചർ ഉണ്ടായതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ലിവിങ് ടുഗദർ ആണല്ലോ, ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഇണകളല്ലല്ലോ, ഇതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ അത്ര തന്നെയൊന്നുമില്ല. വേറെ രസമുണ്ട്, അവിടെ വീശുന്ന കാറ്റ് അവിടെ കറങ്ങി വന്ന് അത്യാവശ്യം വീശിയിട്ട് ഞങ്ങളുടെ ഒക്കെ ജോലിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ലുക്മാനൊക്കെ പറഞ്ഞതുപോലെ ആ വെല്ലുവിളിയെ നേരിടാൻ നമ്മൾ സജ്ജരായിരിക്കും ഓരോ മാതാപിതാക്കളുടെയും മേലുള്ള ബാധ്യതയാണ് അല്ലെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴും നമ്മുടെ മക്കൾ പിറകിലായി പോകില്ല എന്നുള്ള ഉറപ്പായി വരുത്തണം. ഓരോ പാരന്റ്സും വരുത്തേണ്ടതുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് പഠിച്ച രൂപയിൽ ജീവിതത്തിൽ പകർത്താൻ നമ്മൾക്ക് ഏവർക്കും കഴിയേണ്ടതുണ്ട്. നിങ്ങൾക്ക് അവസാനമായിട്ട് 1-2 വാചകങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ഒരു ഓർമ്മപ്പെടുത്ത അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യേണ്ടതെങ്കിലും? അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മക്കളോടൊരു കാര്യം പറയുമ്പോൾ ആ സമയത്ത് ഞാനാണ് ആ കുട്ടിയെങ്കിൽ ഞാൻ എന്ത് കേൾക്കാൻ ആഗ്രഹിക്കും അതൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് പറയാൻ ശ്രമിക്കണം. നമ്മൾ മക്കളോട് ഇടപെടുമ്പോൾ ആസ് എ ചൈൽഡ് നമ്മൾ എന്തായിരിക്കണം, നമ്മളൊരു പാരന്റ് ആയിക്കൊണ്ട് ഒരു കുട്ടിയെ ഉപദേശിക്കുമ്പോഴും ഞാൻ ആ കുട്ടിയുടെ പ്രായത്തിൽ ഞാൻ എന്താ ആഗ്രഹിക്കുന്നു എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പറയാൻ. അതല്ലാതെ ഒരു ദേശപ്പുറത്ത് അല്ലെങ്കിൽ ഒരു ആവേശപ്പുറത്തൊന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്. കുട്ടികളാണ്, കുഞ്ഞു മനസ്സാണ്, അത് നോയിപ്പിക്കരുത് എന്നാണ്. ഒപ്പം ഒന്നും കൂടി ഫീഡ്ബാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതൊന്നും എല്ലാരും ഒന്ന് ഫീഡ്ബാക്ക് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഇടക്കിടക്ക് ചില കമന്റുകൾ വരുന്നുണ്ട്, സൗണ്ട് കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട്. എല്ലാവരോടും സോറി പറയണേ, എന്താണ് സംഗതി എന്നുള്ള അറിയില്ല. ഇവിടുന്ന് ടെക്നിക്കലി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും പരമാവധി ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇതിനു വേണ്ടി ഏർപ്പെടുത്തിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കാൻ. അവരാരും പ്രയാസം പറഞ്ഞിട്ടില്ല. എന്നാൽ കമന്റുകളിൽ ഒരു 4-ലധികം ആളുകൾ ശബ്ദത്തിൽ
ഇപ്പൊ പരമാവധി പരിഹരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങളുടെ ഫോണിന്റെ പ്രശ്നമാണോ അതോ ഇവിടുത്തെ പ്രശ്നമാണോ അറിയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വെബിനാറിൽ നമുക്കെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്താ പ്രശ്നം പരിഹരിക്കാം. ഏതായാലും അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിയതിൽ എന്ത് ഖേദം പ്രകടിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാനം ഒരു ചെറിയൊരു കാര്യം കൂടി. മാതാപിതാക്കൾ ഒരിക്കലും മക്കളെ വളർത്തുന്ന വിഷയത്തിൽ പേടിക്കരുത്, ഭയപ്പെടരുത്. കാരണം എൻഫന്റ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സഹായികളായിട്ട് എന്നും താങ്ങായിട്ട് ഉണ്ടാകാൻ കഴിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുകയാണ്. അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചതിലുപരി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.